അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ഒരു വെല്ലുവിളിയും കൂടെയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഓക്കെ, വേറെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് അവരിൽ നിന്ന് വരുന്നത്. അതായത് ഇപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മള് എന്താ പറയുന്നത്? പ്രതീക്ഷിക്കാതെ നമുക്ക് അറിയാൻ പറ്റുന്ന ചോദ്യമാണ് ചോദിക്കുക. നമ്മൾ വളരെ ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ഓപ്പൺ ആയിരിക്കണം. വളരെ പ്രധാനപ്പെട്ടാണ്. പ്രിയപ്പെട്ട നമ്മൾ കുഞ്ഞുങ്ങളൊരിക്കലും അവരെ അടിച്ചിരുത്തരുത്. ചിലപ്പോ എന്ത് ചെയ്യുന്നു, നീ എന്തിനാണ് തപ്പുന്നത്? അവന്റെ ഒരു സ്പെഷ്യൽ ഇതാണ്, ഗിഫ്റ്റാണ് വ്യത്യസ്തമായി ചിന്തിക്കാനൊക്കെയുള്ള ആ ചിന്തയായിരിക്കും ഭാവിയിൽ അവർ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നു പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോകുന്നതും. സ്പിരിച്വാലിറ്റി തന്നെ ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻ ധ്യാന പാറ്റേൺ ഉണ്ട് ഏകദേശം. ഒരുപക്ഷെ അവനൊക്കെ വളർന്നു വരുമ്പോഴായിരിക്കും ക്രിസ്ത്യൻ ധ്യാനം തന്നെ വേറൊരു ഫോർമാറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുന്ന ഊപ്പെടുത്തരുത്. നമ്മൾ അറിയാൻ വരുമ്പോൾ എനിക്ക് അറിയാൻ മേല, ഒന്നുകിൽ അറിയാൻ മേലെന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ മേല പക്ഷെ ഇന്ന ആൾക്ക് അറിയാതിരിക്കാം, അങ്ങോട്ട് എന്ത് ചെയ്യാം കുട്ടിയെ ഡയറക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെന്ന് പറയാൻ പറ്റും, ഞാൻ എന്റെ ചോദ്യം വേണ്ടി അന്വേഷിച്ചത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു തരാം, അതിന്റെ ഫോൺ നമ്പർ തരാം. അപ്പൊ അവനെന്ത് ചെയ്യുന്നു, ക്ലാസ്സിലൊരു അംഗീകാരമായി അവന് സാറിനേക്കാൾ കൊള്ളുന്നുണ്ട്, ജ്ഞാനമുണ്ടല്ലോ. പിന്നെ അടങ്ങിയിരുന്നോളൂ. പിന്നെ അവനോട് നമുക്ക് അധികം ചോദിക്കാം, അവനറിയാൻ പറ്റുന്ന ചോദ്യം കുട്ടി ചോദിക്കാം. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകതയായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ കാര്യം സ്പീക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര കോൺഫിഡൻസ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഹെയർ സ്റ്റൈലുണ്ട്, ചെറുപ്പം തൊട്ടേ ഉള്ള അവർക്ക് ഫ്രീഡം ഉണ്ട്. നമ്മുടെ കുട്ടികളെക്കാളും സ്കൂളിലൊക്കെ എന്ത് ചെയ്യുന്നു അവരുടെ ഫ്രീഡത്തോടു കൂടിയാണ് ഇവിടുത്തെ പിള്ളേർ വളരുന്നത്. പിന്നെ നമ്മുടെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ രാത്രിയായിട്ട് കുട്ടികളായിട്ട് നമ്മൾ പിന്നോട്ട് വരും, വീട്ടിൽ പുറത്താണ്. ഇവിടെ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു 24 hours അവര് സേഫാണ്, അവർക്ക് യാതൊരു അത് അവരുടെ ടീച്ചിങ്ങിന് ഇതാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് അതിനേക്കാൾ ഇതുണ്ട്. പക്ഷെ നമുക്കിപ്പോ സംഭവം എന്താണ്, സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതോളം നമ്മളുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യുന്നു കുഞ്ഞിനോട് കുറയോ. ഒന്നാമത് പിന്നെ ഇവര് വരുമ്പോ നമ്മൾ പലപ്പോഴും വീട്ടിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരു ജോലി വേണമെന്ന് വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കുട്ടികൾക്ക് മുഴുവൻ ഇന്ററാക്ഷൻ മുഴുവൻ ആരായിട്ടാ, ടീച്ചേഴ്സായിട്ട്, അവരെ ഗ്രൂപ്പായിട്ട് അത് വരുന്നതാണ്. പക്ഷെ നമുക്കത് ഓവർകം ചെയ്തിരിക്കാമെങ്കിൽ അവരൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. എന്തൊക്കെയാണെങ്കിലും കയ്യിൽ നിന്ന് പറഞ്ഞാൽ അപ്പോഴും ചാടത്തില്ല. ഓക്കെ, വേറെ ഇപ്പൊ ഫോൺ വാങ്ങിച്ചാൽ പുസ്തകത്തിലുണ്ട്. നമ്മൾക്ക് വിളിക്കാനൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴേക്കും പിള്ളേർ മക്കളെ കുറിച്ച് അവർ ഏറ്റവും സെറ്റ് ഇപ്പൊ എല്ലാം മാതാപിതാക്കളും ചെയ്യുന്ന അതിനകത്ത് പ്രോഗ്രാം കംപ്ലീറ്റ് എല്ലാം ഏർപ്പിക്കുന്നതായ പിള്ളേരെ നമുക്ക് നമ്മുടെ പ്രായത്തിന്റെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലഭിച്ച് വീടിരിക്കുന്നത് എവിടെയാണ്, അതുകൊണ്ടുള്ള അധ്വാനമാണ്. കാരണം അവർ കാണുന്നതും കേൾക്കുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ടതല്ല. അവരുടെ തലമുറയ്ക്ക് അത് ആവശ്യം കൂടി ആയിരിക്കും. നമുക്കാണ് നമ്മളിപ്പോ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് മാങ്കോ എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് മാവേ കിടക്കുന്ന മാങ്ങ. നിങ്ങളുടെ മനസ്സിൽ പറയുന്നത് ഏത് മാങ്ങയെന്ന് വരും, പച്ചമാങ്ങ, വഴുത്ത മാങ്ങ, പുളിയൻ മാങ്ങ, വെളിച്ചുള്ള മാങ്ങ, പല നാടൻ മാങ്ങയൊക്കെ വരും. പക്ഷെ ഈ കുഞ്ഞിന്റെ മനസ്സിൽ മാങ്ങ എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരൊറ്റ മാങ്ങയാണ് നമ്മുടെ ഓർമ്മയിലൊക്കെ. നിങ്ങൾ ഈ രാജ്യത്ത് കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോ ഈ ഒരു മൈൻഡാണ് പിള്ളേർ തലയെ കിടക്കുന്നത്. നമ്മുടെ ക്ലാസ് എടുക്കുന്നുണ്ടാ പച്ചമാങ്ങ, മാവേ കിടക്കുന്ന കന്നിമാങ്ങ, പല മാങ്ങയുണ്ട് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഇവരുടെ മനസ്സിൽ സൂപ്പർ മാർക്കറ്റിൽ ഇവർക്ക് പത്രം കാണത്തില്ലായിരിക്കാം. കൊച്ചു പിള്ളേരെ സംബന്ധിച്ചോളം മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരേ കളറില് നമുക്കറിയാം ഒരിക്കലും ഒരു മാങ്ങ അങ്ങനെ പഴുക്കത്തില്ല. പിന്നെ കെമിക്കൽ ഇട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരേപോലെ പഴുപ്പി കളറാക്കിയത്. നമുക്കറിയാം മാങ്ങയുടെ പല ഇത്. അപ്പൊ ഈ ലെവലിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്നു, നമ്മളൊരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഭാവനയ്ക്ക് എന്ത് ചെയ്യുന്നു വ്യത്യാസമുണ്ട്. അതവിടെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേരളത്തിൽ നിന്ന് യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂരിയൻസ് ആകുമ്പോഴാണ്
ഇപ്പോഴത്തെ കുട്ടികളുടെ ഇതാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ളവർക്ക് എന്താണ്, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ലോങ് പ്രയർ ഉണ്ട്. 53 മണി ജപം, അതുപോലെ 153, പിന്നെ പ്രഡിക്ഷൻ പ്രയർ, മറ്റു ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഓരോ നമ്മൾ പല നീടുള്ളവരായോണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ട് ഇപ്പം ബദറിനെ കാണുവാണെങ്കിൽ പറയാണ് എല്ലാ ദിവസവും 91 സംഘത്തിന് ചൊല്ലണം. ഇപ്പൊ പട്ടാളിച്ച് പഠിച്ചിട്ടുണ്ട് 33 വിശ്വാസ പ്രമാണം ചൊല്ലണം. അപ്പൊ നമുക്ക് നീടുള്ളത് കൊണ്ട് നമ്മളിതെല്ലാം എന്ത് ചെയ്യുന്നു, എടുത്ത് കയറ്റി വെക്കുക. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചവർക്ക് അത് ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ധ്യാന ടീം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ധ്യാന ടീം ഒരാളെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് എന്ത് ചെയ്യണം, ഡോക്ടർ അറിവുണ്ടായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. ബ്രദർ ഇപ്പൊ എന്തെല്ലാം മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ ചെയ്യുന്ന അഡീഷണൽ ആയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ആയുർവേദ മരുന്ന് അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീടുകളിലും സംഭവിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റിയില് അമ്മ ഓരോ ധ്യാനം കഴിയുമ്പോഴും പ്രയർ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജ്ഞാന ടീമുകൾക്കുള്ളതാണ്. അത് നമ്മൾ തിരുത്തേണ്ട ഒരു കാലഘട്ടം ആയിരിക്കണം. കഴിഞ്ഞു പോയി. കാരണം അതിന് മുഴുവൻ എഫക്റ്റ് വരുന്ന ആൾക്കാർ പിള്ളേർക്കാ. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, പ്രാർത്ഥനയിലെ രീതികള് മാറ്റുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് അതിനാണ് ഇവിടെ പ്രാർത്ഥനയില് ഇപ്പൊ മമ്മിയും പപ്പായും മക്കൾ ഒന്നിച്ചിരിക്കുമ്പോൾ അവർക്ക് പറ്റിയ പാട്ടുകളൊക്കെയാണ്. ഇപ്പൊ നമുക്കിപ്പോ മോന് ആവേ മരിയ അല്ലെ കാറ വെച്ച് പാടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മനസ്സിൽ സ്ട്രക്ചർ കിടക്കും. ഈ രീതി പോയില്ലെങ്കിൽ അതുപാടെ അപ്പൊ അവനെന്ത് ചെയ്യുന്നു, അവനോട് 5 പ്രാവശ്യം പാടാൻ പറഞ്ഞ അവന് പ്രാർത്ഥനയായി. അവനത്രേ പറ്റുള്ളൂ. പക്ഷെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളിപ്പോ കാറ വെച്ച് പാടിയില്ല, അവൻ ആവേ മരിയ പാടുന്നത് എല്ലാവരും കൂടി പാടി അത് വർഷിപ്പല്ലേ. പക്ഷെ നമ്മുടെ മുൻപിലും വർഷിപ്പ് കിടക്കുന്ന എന്താ, ദൈവത്തിന്റെ മുന്നാടെ നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതി കിടക്കുക. നമുക്ക് അതിനകത്തോട്ട് ഈ കുഞ്ഞിന്റെ സാധനം വരുമ്പോൾ ഉൾപ്പെടാൻ. അപ്പൊ ഇവന്റെ കൊച്ചു കുഞ്ഞിന്ന് കാറെ വെച്ചിങ്ങനെ പാടി ആവേ മരിയ, അതിനെല്ലാവരും കൂടി പാടിയാൽ എന്ത് ചെയ്യുന്നു, ആ വീട്ടിലെന്തായി വർഷിപ്പായി. പക്ഷെ നമ്മൾ അതുപോലെ അതിനെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അധികം അവന് ഇഷ്ടമുള്ളതല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ കുട്ടിയെ ആ കുട്ടിയെ പാടി എല്ലാവരും കൈയടിച്ച് പാടി വീണ്ടും പാടി, അത് വർഷിപ്പല്ലേ. പക്ഷെ നമുക്ക് അവന്റെ വർഷിപ്പിനെ ഉൾക്കൊള്ളാൻ അതിനുപോലെ നമ്മളുടെ ഇരിക്കുന്ന ഫോർമാറ്റ് എന്ത് ചെയ്യുന്നു, അവനവൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യണം. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, റെസ്റ്റ്ലെസ് ആവുന്നു, മമ്മിക്ക് ചേച്ചിക്കിട്ട് ഇടിക്കുന്നു, ആട് കളിക്കുന്നു, അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് വിചാരത്തല്ല. ആക്ച്വലി അവിടെ ഇരിക്കുന്ന മാതാപിതാക്കളാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ആക്ഷൻ സോങ് പാടും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുടുംബ പ്രാർത്ഥനയിൽ ഏത് കുടുംബം ആക്ഷൻ സോങ് പഠിക്കുന്നത് നമ്മള് ചെയ്യിക്കണം അവരെ. അവരുടെ പ്രേരണ അതാ. നമ്മൾ വിചാരിക്കുന്നത് ഇന്നതുപോലെ മാത്രം. അപ്പൊ കുറച്ച് അവരിന് വളർന്നു വരുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റും മറ്റൊരാണ്. പിന്നെ നമുക്ക് ഈ കുടുംബപ്രാർത്ഥനയിലൊക്കെ പറ്റുന്നതാണ് പിള്ളേരെ റെസ്റ്റ്ലെസ്സാണ്. നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കാന്നുള്ളൂ. കുഞ്ഞ് തന്നെ അത് കുഞ്ഞിനെ നേരെയാക്കാൻ പോയാൽ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ പ്രാർത്ഥനയും പോകും. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഉറങ്ങിയോ, നമ്മൾ മമ്മിയും പപ്പായും കൊണ്ടുപോകുന്ന ജോമാര് വരുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സാവധാനം അവര് മറ്റൊരു നമ്മൾ എന്ത് ചെയ്യുന്നു, നിന്നോടല്ല പറഞ്ഞത്, പിന്നെ എന്ത് ചെയ്യുന്നു, അവിടെ അടി വീഴും. അടി എന്നിട്ട് വരും, പാവം കരയുന്നു. അപ്പൊ ആ ബഹളായി അതിന്റെ പേരിൽ തന്നെ കുടുംബപ്രാർത്ഥന കഴിയുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അപ്പൊ നമ്മള് കുടുംബപ്രാർത്ഥന തുടങ്ങിയാൽ മാതാപിതാക്കളെ നമ്മൾ കുടുംബപ്രാർത്ഥന പൂർത്തിയാക്കുക. കുഞ്ഞുങ്ങൾ സഹകരിച്ചില്ലേലും പ്രാർത്ഥന. അപ്പൊ അതിന് ശേഷം 1 2 കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അവിടെ വെച്ച് അവരെ പരിശീലിപ്പിക്കാൻ പോയാൽ എന്ത് ചെയ്യും, വീട്ടിലൊരു സംഘർഷം ഉണ്ടാകും. ഏറ്റവും നല്ലത് ഇപ്പൊ ഇവിടെ സഹകരിക്കുന്നില്ല, ഓക്കെ പ്രാർത്ഥന നടത്തി തീർത്തിട്ട് അതിനുശേഷം പിന്നീടോ പകലോ വളരെ ഇന്നലെ അങ്ങനെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ, അത് അവൾ പറയാം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ നമുക്കിപ്പോ ഇവിടെ പോലെയുള്ള കുട്ടികളെ ഒന്നും ചെയ്യാൻ വേറൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, ഇന്നലെ നാളെ കുഞ്ഞാണെങ്കിൽ ഓടിച്ചെടുക്കാൻ പറ്റും, വളഞ്ഞെടുക്കാൻ പറ്റും. ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഒടിഞ്ഞാൽ പിന്നെ ഒരിക്കലും നേരെ ഇപ്പം 12 വയസ്സായിട്ട് ഇപ്പൊ 2 പിള്ളേരുടെ അടുത്ത് നമ്മൾ പറയില്ല അങ്ങനെ ചെയ്യുന്നത്. ഇളയോട് 9 വയസ്സ്
പറയുന്നില്ല. ശരിയാണ്. അത് ഭയങ്കര ഞാൻ പറയും ഈ കൊച്ചു ചെടികളെ വെട്ടി വളർത്തണം, കൊച്ചു മക്കളെ കൊട്ടി വളർത്തണം, കൊച്ചു ചെടിയാകുമ്പോഴേ. പക്ഷെ അവര് കേൾക്കുന്നില്ല. നമ്മള് മൂത്ത പിള്ളേരെ ശാസിച്ച് വളർത്തിയത് അവർ കേട്ടിട്ടില്ല. അവര് കണ്ടിട്ടില്ല. അപ്പൊ അതിനെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരുമിച്ചിരിക്കുമ്പോഴൊരിക്കലും ഇല്ല. നമുക്ക് ഈ കറക്ഷൻ കൊടുക്കുമ്പോ കഴിവത് ഒരുമിച്ചിരിക്കുമ്പോ ചെയ്യാതിരിക്കുക. ഒറ്റയ്ക്കാകുമ്പോ അവർക്ക് എന്ത് ചെയ്യുന്നു, കുറെയൊക്കെ മറ്റേ ഒന്നിച്ചിരിക്കുമ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിന് ഫെലോഷിപ്പ് ഇല്ലെങ്കിൽ എന്നെ മാത്രം എന്ത് ചെയ്യുന്നു, നമ്മെ കുറ്റപ്പെടുത്തുന്നുള്ള ഒരു തോന്നൽ വരും. അമ്മ എന്റെ ഭർത്താവ് എന്നെ പറയുന്നുണ്ട്. അത് കഴിവ് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മോളെ ഇന്നലെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കൂടെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എത്ര കുട്ടികളെ ഫോർമേഷൻ കൊടുത്താലും ശരി, അവർക്ക് തന്നെ ഒരു ദൈവാനുഭവം കിട്ടാതെ ഒരിക്കലും അവർക്ക് നേരെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എന്തെല്ലാം നമ്മുടെ തണലിൽ പിടിച്ചു നിർത്തിയാലൊക്കെ ശരിയാണെങ്കിലും തന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടണം. അതോടുകൂടിയാണ് അവർക്ക് എന്ത് ചെയ്യണം, സഡൻ ചേഞ്ച് വരുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാനല്ലേ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുട്ടികളുടെ വിശ്വാസം ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും നമ്മൾ ആർപ്പാട് ചെയ്യാൻ പറ്റുന്നത് പള്ളിയിൽ കൊണ്ടുപോവാ, പ്രാർത്ഥിക്കാൻ കൊച്ചിന് വേണ്ടി. നമ്മൾ ആരെ എടുത്താലും അതിപ്പം വലിയ ഇവാഞ്ചലിസ്റ്റ്, ഇപ്പൊ നമ്മുടെ ഇപ്പം ചേച്ചിയൊക്കെ പഠിച്ച ജീസസ് കോൾസിന്റെ ജീസസ് ദിനകരനുണ്ട്. അദ്ദേഹം ഭാരതത്തെ ഏറ്റവും കൂടുതൽ സുവിശേഷവൽക്കരിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മകനുണ്ട്, പോൾ ദിനകരൻ. അയാൾ എന്ത് ചെയ്യുന്നു, അപ്പന്റെ കൂടെ പോയിട്ട് ശുദ്ധ ഉഴപ്പനായിരുന്നു, അലമ്പയ്ക്ക് നടന്നതാണ്. അപ്പന്റെ നാളിൽ എന്നാൽ എല്ലാ കൺവെൻഷനും പോയി എന്ത് ചെയ്യുന്നു, സ്റ്റേജിന് സൈഡിൽ പോയി ഇരിക്കുകയും ചെയ്യണം. അവൻ ടീനേജിൽ എന്ത് ചെയ്യുന്നു, അവൻ ബൈബിള് ഹിസ്റ്ററി പറയുന്നത് അപ്പൻ ശുശ്രൂഷ ചെയ്ത് വീട്ടിൽ ഇരുന്ന് ബൈബിള് വായിക്കുന്നു. ബൈബിളിനകത്ത് കുറച്ച് ദിവസം വെച്ച് വായിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, അപ്പനറിയാം, അവരുടെ പ്രാർത്ഥിച്ചു, അവനെ പുറത്തൊന്നും ആക്കിയില്ല. അവനൊരു ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോളേജിൽ വെച്ച് അവരുടെ ക്യാമ്പസിനുള്ളിൽ വെച്ച് അപ്പന്റെ പ്രോഗ്രാം നടത്താണ്. അവിടെ വെച്ചാണ് അവനൊരു ഡിവൈൻ എക്സ്പീരിയൻസ്. അതോടുകൂടിയാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ആകുന്നത്. കോളേജ് നടത്തുന്നതല്ല, അത് ആരെയാണിത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്യൂരിറ്റി പോയായിരുന്നു, ഡാമിയൻസ് പറയാം. അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും, അപ്പൻ ഭയങ്കര ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, സുവിശേഷകരായിരുന്നു. പക്ഷെ സഭയുടെ അന്നത്തെ നേതൃത്വം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ഒട്ടും അംഗീകരിച്ചില്ല. അപ്പൊ ആ ഏറ്റുമുട്ടലില് എന്ത് ചെയ്യുന്നു, സഭയിൽ ധാരാളം മുറിവുകളായിരുന്നു. അപ്പൊ ഈ കുട്ടി ഇവൻ ചെറുപ്പത്തിലായപ്പോ എന്ത് ചെയ്തു, എല്ലാവിധ തിന്മയ്ക്കും പള്ളി പോകത്തില്ല, ഒന്നിനും പോകത്തില്ല, എല്ലാ തിന്മയും കഴിമപ്പെടും. അവന് 18 വയസ്സ് വരെ സാധാരണ വർഷിപ്പിന്റെ വലിയ ആളായിരുന്നു. എല്ലാ തിന്മകൾക്കും പോയി. അപ്പൊ ഒരു കാരണം ഇതാണ്, അപ്പൻ എത്രമാത്രം വിശ്വാസിയായിട്ട് പോയിട്ടും എന്ത് ഇതുമാത്രം സ്ട്രഗിള് അനുഭവിക്കേണ്ടി വന്നു. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ വിശുദ്ധി ജീവിക്കാനുള്ള പിതാക്കന്മാർ നമ്മളെ എതിർക്കുന്നു, മറ്റെടുക്കുന്നു. കുട്ടികൾ നോക്കുമ്പോ ഈ പിതാവിനെതിരെ പിന്നെ ഇതിന് അപ്പനെതിരെ ആവശ്യം, അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പൊ ഇവൻ എല്ലാ തിന്മയും കഴിമപ്പെട്ടു. ഇവന്റെ വീടും ഇവന്റെ മുറി മുഴുവൻ, അപ്പോൾ സാക്ഷ്യം പറയാൻ മുറി മുഴുവൻ എന്ത് ചെയ്യുന്നു, സാധാരണ വർഷിപ്പിന്റെ തലയോട്ടി മറ്റേ മറിച്ചത് ഹോസ്റ്റലിൽ കൊണ്ടുപോവുക, എല്ലാ വൃത്തികേടുകളും. പക്ഷെ ഈ പപ്പായ മമ്മി എന്ത് ചെയ്യുന്നു, നിരന്തരം കഷ്ടപ്പെട്ടു. ഇവര് ഈ പപ്പായ മമ്മി വർക്ക് ചെയ്ത് മെയിനായിട്ട് ടീനേജിന്റെ ഇടയിലായിരുന്നു. അവര് യേശുവിലേക്ക് അയക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ഇതായിരുന്നു. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ കുട്ടികളെക്കാട് വർക്ക് ചെയ്യുന്ന എന്റെ മോള് നേരെ തിരിഞ്ഞു നിൽക്കുവാണെങ്കിൽ ഒരവസ്ഥയുണ്ടല്ല. പക്ഷെ ഈ മമ്മിയും പപ്പായും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8 വർഷമായിട്ട് പ്രാർത്ഥിച്ചത്. അവര് ഈ കുട്ടി പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യും, പപ്പായും മമ്മയും രണ്ടുപേരോട് അവന്റെ മുറിയിൽ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, ആനവെള്ളം കളിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 18-20 വയസ്സിലാണ് 8 വർഷം ഇവൻ തനി ഭ്രാന്തനെ പോലെ വരുന്നു. നമ്മൾ എന്തും പറയുന്നോ അതിന് നേരെ വിപരീതമാണ് ആര് കാണിക്കുന്നത്, ഈ ഡാമിൻ കാണിച്ചോണ്ട് വരുന്നത്. തലയോട്ടിയായിട്ട് വരിക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോൾ ഇപ്പൊ തലയോട്ടിയായിട്ട് വരുന്നത് എന്ത് ചെയ്യും, ആ ഒരു അത്രയും പാടില്ല. മുറി മുഴുവൻ ഇരുട്ടും, ഈ സാധാരണ വർഷിപ്പോ അങ്ങനെയുള്ള പാട്ട്, ഏത് സമയത്ത് മുടി ഇങ്ങനെ പ്രത്യേക രീതിയില് എല്ലാ സെക്സും എല്ലാ പരിപാടികളും അങ്ങനെ പ്രാർത്ഥിച്ച് 20-ാമത്തെ വയസ്സ് 22 വയസ്സാണ്. എത്ര വർഷമായി? 22-ാമത്തെ വയസ്സിലാണ് അവന് ചെറിയൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഇവന്റെ അവരുടെ ഭാഷ പറയുന്നത്, പിന്നെ അത് മുറി വന്ന് കിടക്കുമ്പോൾ കിടക്കാൻ പറ്റുന്നില്ല, ചുട്ടുമുള്ളുന്നത് പോലെയുള്ള
ഇത് ഈ നമ്മുടെ കനലിൽ പുറത്ത് കിടക്കുന്ന പോലെ. അപ്പൊ ഇയാൾ പേടി കൊണ്ട് എന്ത് ചെയ്യുന്നു, മമ്മിയുടെ പപ്പാടെ കൂടെ പോയി കിടക്കും. അവരോട് കിടക്കുമ്പോൾ ഉറങ്ങിപ്പോകും. ഉറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, മമ്മിയും പപ്പായും കണ്ണുനീരോടെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇയാൾ ഒരു കുഞ്ഞ് പ്ലേ ഗ്രൂപ്പിൽ ഇയാൾ പോകും. അവിടെ അമ്മച്ചിമാര് പ്ലേ ഗ്രൂപ്പാണ്, നമ്മൾ പറയില്ല ഓൾഡ് അമ്മച്ചിമാര്. പക്ഷെ അവിടെ പോയി ഇയാൾ ഇരിക്കും. ഇയാൾക്ക് വേറെ അല്പം ആശ്വാസം കിട്ടുന്നത് മമ്മിയുടെ പപ്പാടെ കൂടെ കിടക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോഴും ഇയാൾ അവിടെ പോകും. സാദാം ബിഷപ്പിന്റെ ഇതിന് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നാളുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ തിരിച്ച് കിട്ടുക. പിന്നീടാണ് ഇയാൾ അറിയുന്നത് ഇയാൾക്ക് കിടക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ കാരണം അമ്മയപ്പ എന്ത് ചെയ്യുന്നു, ഏഴ് അച്ഛന്മാരെ കണ്ടാൽ വെഞ്ചരിച്ചിട്ട് ഉപ്പൊക്കെ എന്ത് ചെയ്യും, എവിടെ കൊണ്ടിടും. ഇവൻ അതിന് മുകളിൽ കിടക്കുമെന്ന് തോന്നുന്നത്. അങ്ങനെ അവർ തിരിച്ചു പിടിച്ചു. ഇന്നിപ്പോ ദൈവകൃപ അയാൾ വേൾഡ് ഫേമസ് ആയ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറി. അന്ന് അവന്റെ മമ്മിയും പപ്പായും എന്ത് ചെയ്യും, ധാരാളം സ്ട്രഗിളുകൾ. പക്ഷെ അവര് ഒരിക്കൽ പോലും ഇവൻ സാത്താൻ മനുഷ്യനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഡോർ അടയ്ക്കുവോ വീട്ടിൽ കയറ്റാതിരിക്കുകയോ ചെയ്തു. ആ വീട്ടിൽ വന്ന് എന്ത് കാണിക്കുമ്പോഴും സൈലന്റ് ആയിട്ട് ഇന്ന് ആ മമ്മിക്ക് പപ്പായിക്ക് അവനെ തിരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം, യൂത്ത് മിനിസ്ട്രിയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഡാമിയിൽ പ്രവർത്തിക്കാൻ യൂത്തിന് യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പുള്ളിക്ക് അറിയാം. കമ്മ്യൂണിറ്റി നമ്മളെത്രയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് എത്തിക്കാനല്ലാതെ വേറെ ഒന്നും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നു, ഇപ്പൊ എന്റെ മക്കളോട് ആരുടെ മക്കളാണെങ്കിലും ഇപ്പൊ ഇവിടെ 100% പെർഫെക്ഷൻ ഒരിക്കലും പ്രതീക്ഷിക്കും. കുട്ടിയാണ്. ഒരു നിങ്ങളുടെ കൂട്ടിൽ ഒരു വരുവാണ്, ആണ്ടത് അതെന്താ, അയ്യോ അവനാണോ, ജോസിന്റെ മോനാണ്, അങ്ങനെയാണ്. അവനാരാ, അവൻ അവൻ്റെതായ വ്യക്തിത്വമുള്ളൊരു കുട്ടിയാണ്, ടീനേജുകാരനാണ്. പക്ഷെ അവൻ പപ്പായും മമ്മയും പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷെ അവനൊരു ഡിവൈൻ എക്സ്പീരിയൻസ് അകത്തോളം കാലം അവൻ തിരിയില്ല. പക്ഷെ അവൻ മമ്മിയുടെ പപ്പാൻ തണലിൽ എന്ത് ചെയ്യുന്നു, ഒരു പരിധിവരെ നിൽക്കാൻ അവന് അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രത്യേകതകളോടുകൂടിയുള്ള കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കുവാൻ. പിന്നെ ഇവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പെട്ടെന്ന് തോന്നുന്നത് വായിക്കാം. റിട്രീറ്റോടുകൂടി അവരുടെ ആ ഫെയ്ത്ത് ലൈഫ് മിക്കവാറും അവസാനിക്കുന്നത് അല്ലെ. ചില പ്രേ ഗ്രൂപ്പുകളിൽ പോവാത്ത പിള്ളേര് റിട്രീറ്റിന് വരികയാണ്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഇരിക്കാൻ. പിന്നെ മിക്കവാറും പ്രാർത്ഥനകൾ അറിയുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അവർ അടുത്ത റിട്രീറ്റിനാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫോളോ അപ്പ് പോലെ നമുക്ക് കൊടുക്കാനാണെങ്കിൽ പോലും അവർ പ്രേ ഗ്രൂപ്പുകളിൽ ഇപ്പോഴത്തെ ഒരു ഇതാണ് നമ്മള്. അവിടെയാണ് നമ്മള് ഈ പറഞ്ഞത് കുട്ടികളെ ഇങ്ങനെ വരാം, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരണമെങ്കിൽ പല ബുദ്ധിമുട്ടുകളും. അവിടെയാണ് നമുക്ക് ആധുനിക ലോകത്തിലെ സാധനങ്ങളൊക്കെ സ്കൈപ്പിലൂടെ നെറ്റിലൂടെയുള്ള പ്രാർത്ഥനകളൊക്കെ ഇല്ല. എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത് വെച്ചാല് അവര് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മളിത് കൊടുക്കുന്നത്. നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ആ ചേച്ചിയുടെ മകൻ പറഞ്ഞു നോക്കണം. ഓക്കെ, എനിക്ക് അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഓപ്പൺ ആയിട്ടാ പറഞ്ഞത്. ഓപ്പൺ ആയിട്ടാ പറഞ്ഞത്. നമുക്ക് മോളുടെ ടീനേജിലോട്ടുള്ള കുട്ടികളെ നിങ്ങളെ ഗാദർ ചെയ്ത് ഗിറ്റാറൊക്കെ ആയിട്ട് വന്ന് അല്ല അവിടെ നമ്മളത് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മലയാള ശൈലിയാണ്, കല്ലുപെരുമാങ്ങ ശൈലി. അപ്പൊ നമ്മളെ ഞാൻ എപ്പോഴും ഓർക്കും നമ്മള് ചെറുപ്പത്തില് നമ്മളെ ചെറുപ്പത്തില് മാറി വരാന്നല്ല വേറെ. ഇപ്പൊ നമ്മളിപ്പം നമ്മള് തന്നെ നമ്മുടെ പിള്ളേരെ അറിയാവുന്ന ഇതില് നമ്മൾ തന്നെ ഇന്റേണൽ ഗ്രൂപ്പ് ഫോം ചെയ്ത് ക്ലാസ്സുകൾ മിക്കതും നമ്മൾ തന്നെയാണ് എടുത്തതും പാട്ടുകളൊക്കെ ആയിട്ട് ഇക്കൊല്ലം കഴിഞ്ഞ കാലത്ത് വെച്ച് നോക്കുമ്പോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഒരു 3 months അവർക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഒരു വേദി കൊടുക്കാതെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാന് പറയണെങ്കില് ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിൽ പോകണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ട. ഇപ്പൊ നമ്മളിപ്പോ ലയൺസ് ക്ലബില് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ലെങ്കിലും അവിടെ വെച്ചാണ് ബിസിനസിന്റെ പല സംസാരിക്കപ്പെടുന്നത്.
അതുകൊണ്ടാണ് ആൾക്കാർ പൈസ മുടക്കി അവിടെ ആയിട്ട് കോട്ടയം ക്ലബിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടേണ്ട 1 ലക്ഷം രൂപ കൊടുക്കണം. എന്തിനാ മനുഷ്യൻ പിന്നെ കാത്തു നിൽക്കുന്നത്? പുതിയ ആര് ബിസിനസ്സുകാർ വന്നാലും അവിടെ എടുക്കും. അവിടെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല ബിസിനസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ക്ലബിലൊക്കെയാണ് ഹൈ ഒഫീഷ്യൽസും വരുന്നത്, ഗവൺമെന്റ് ഓഫീഷ്യൽസും. അവിടെ വെച്ചാണ് ഈ കണ്ടീഷൻസ് എല്ലാം. ഞാൻ ഇത്ര മണ്ണിൽ കൊണ്ടുപോകും, നീ എന്ത് ചെയ്യുന്നതുകൊണ്ട് ക്ലബിൽ വെച്ചാകുമ്പോൾ ആർക്കൊന്നും പിന്നെ വേറെ ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഒരു കുട്ടി വരുമ്പോൾ ആര് വന്നാലും അയാൾക്ക് എന്ത് ചെയ്യണം? അവസരം കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മള് ബൈബിൾ ഫെസ്റ്റിവല് 1-2 വർഷമൊക്കെ ചെയ്തു. അപ്പം പൊതുവെ ഒരു അഭിപ്രായം അത് പിള്ളേര് ഷോ കാണിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വേണ്ട, അങ്ങനെയൊക്കെ വന്നിട്ട് അതായത് പല അഭിപ്രായങ്ങളാണ്. പക്ഷെ നമ്മളത് തുടങ്ങിയപ്പോ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ഒരു വളരെ പ്രൊപ്പോഷണൽ രീതി കൂടി ആവുകയെന്നുള്ളതാണ്. പക്ഷെ അതാണ് ഇപ്പൊ 2 വർഷമായിട്ട് ഫെസ്റ്റിവൽ നടത്തുന്നില്ല. പക്ഷെ അതിനോട് ബ്രദറിന് നമുക്ക് ഏതൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ? കോമ്പറ്റീഷൻ വന്നപ്പോ പിള്ളേര് തമ്മിൽ പിന്നെ അത് പ്രേ ഗ്രൂപ്പുകൾ തമ്മിൽ ചെറിയൊരു ഇതൊക്കെ വന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് അതെ ഫെസ്റ്റിവൽ സ്റ്റൈലിലേക്ക് അത് പിള്ളേർക്ക് പ്രശ്നമൊന്നുമില്ലാതായിരിക്കും. പക്ഷേ പിള്ളേർക്ക് പ്രശ്നമില്ല. പിള്ളേർക്ക് കോമ്പറ്റീഷൻ ഇപ്പൊ ദീപൊക്കെ പറയുമ്പോ ആദ്യം 2 വർഷം കോമ്പറ്റീഷൻ പിന്നെ ചില ഗ്രൂപ്പുകൾ ഞങ്ങൾ പ്രാവശ്യം കോമ്പറ്റീഷനിലാണ് പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും പ്രസന്റ് കൊടുത്തൊക്കെ ചെയ്തു. അപ്പൊ ഒരു പ്രേ ഗ്രൂപ്പ് പറഞ്ഞ് കോമ്പറ്റീഷൻ അല്ലാത്തവരെ അവർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല. കാരണം പിള്ളേർക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പേരൻസ് വളർത്തി കൊടുത്തു. പിള്ളേരെ സംബന്ധിച്ചാൽ അവർക്ക് എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിലാണ് അവർ പഠിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ കേരള സിലബസിൽ പരീക്ഷ എടുത്തുമാരും അവരുടെക്ക് ഇപ്പൊ സംഭവിച്ചതല്ല, ആരും പഠിക്കുന്ന പരീക്ഷയില്ല, അത് പഠിക്കുന്ന പിന്നെ അവിടെ ഇതിലുള്ള അല്ല നമ്മള് ബൈബിൾ ക്വിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലെ? ബൈബിൾ ക്വിസും പഠിക്കാനുള്ള ഇതായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഏത് പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ ലോഗോസ് ക്വിസ് ഉണ്ട് നാട്ടില്, അതിനുവേണ്ടി ആൾക്കാർ പഠിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം അതിന്റെ ഒരു നമ്മുടെ അറിവിൽ നിന്നത് ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള മെതഡോട് വരുമ്പോഴാണ് പൂർണ്ണത വരുന്നത്. അതിൽ നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങൾ കുറച്ചുകാരം പഠിക്കുന്നു, നിങ്ങൾ പരീക്ഷ എഴുതുന്നു, ജയിക്കുന്നു, സമ്മാനം കൊടുക്കുന്ന ഒരു നന്മയുണ്ട്. പക്ഷെ ആ നന്മ അവിടെ ബുദ്ധിമുട്ട് തീരുക, അവിടെ കൊണ്ട് തീരരുത്. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും സംഭവം പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ ഒരു സ്കൂളില് ഒരു സൺഡേ സ്കൂളിൽ ഒരു സിസ്റ്റർ എന്ത് ചെയ്തു എഴുതിപ്പിച്ചു പിള്ളേരും നല്ല സമരക്കാരന്റെ കഥ. അല്ല, എങ്ങനെയാണ് നല്ല സമരക്കാരൻ പ്രായോഗിക ജീവിതത്തിൽ അത് പെൺകുട്ടി മനോഹരമായിട്ട് എഴുതിയവരോ നല്ല ഇത് 10ാം ക്ലാസ് പഠിക്കുന്നതാണ്. ഒരു ആൺകുട്ടി ആക്കുവാണ്ട് അവന് ഒന്നും വിവരമൊന്നുമില്ല, പക്ഷെ അവൻ എഴുതി പാവങ്ങളെ സഹായിക്കും, ഇത്ര എഴുതിയുള്ളൂ. അപ്പൊ ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്ന അവാർഡ് കൊടുത്ത സിസ്റ്റർ ഭയങ്കര സന്തോഷം, കുട്ടി വിശദമാണ്. പക്ഷെ ഫ്യൂച്ചറിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ IT മേഖലയിൽ ജോലി കിട്ടി, അവൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ഒരു സെന്റൻസ് എഴുതിയ ആളുണ്ട്, അവൻ ഓട്ടോറിക്ഷ ഓടിക്കുക. പക്ഷെ അവൻ ഇന്ന് അമര ക്യാൻസർ ആശുപത്രിയിൽ എന്ത് ചെയ്യുന്നു, ആരുമില്ലാത്ത രോഗികളെ മുഴുവൻ കുളിപ്പിക്കുന്നു, അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആരുടേതും ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യുക. ആരെങ്കിലും രോഗികൾക്ക് കുളിക്കാൻ ആരെങ്കിലും സ്ഥലത്ത് വന്നാൽ ഇവൻ ഓട്ടോറിക്ഷ അവിടെ ഇട്ടിട്ട് അവൻ പോയി കുളിപ്പിച്ച് ഒരുക്കി ആരും വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു. അപ്പം ശരിക്കും പരീക്ഷ എഴുതി പാസ്സായി അവാർഡ് വെച്ച് ബാംഗ്ലൂർ നിൽക്കുന്നു. അവർക്ക് പഠിക്കാൻ കഴിവുള്ളതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, മര്യാദ അപ്ലൈ ചെയ്ത് ഉപയോഗിച്ച്. പക്ഷെ ഇവൻ എന്ത് ചെയ്തു, പ്രായോഗികത നമുക്ക് ഈ അറിവ് കൊടുക്കുന്നതോടൊപ്പം ഈ പ്രായോഗികത കൊണ്ടുവന്നതിന് എന്ത് ചെയ്യുന്നു, അങ്ങനെയുണ്ട്. അതൊന്ന് ആരെങ്കിലും ഒക്കെ ജ്ഞാനം ഉപയോഗിച്ചൊന്ന് ലിങ്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വലിയവരുടെ ഇടയിൽ ചെയ്യുന്നതിനേക്കാൾ വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് പലപ്പോഴും മുതിർന്നവർക്ക് പറ്റുന്നില്ല. അപ്പൊ അവരതിനോട് ചിലപ്പോ നമ്മുടെ MCD ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ ചട്ടക്കൂട്ടിന് അപ്പുറം ചിലപ്പോ പോകാൻ. ഇവിടെ നമ്മള് ദുബായിൽ ചെയ്യുന്നുണ്ട്. അവര് ആദ്യം അവര് ഈ മലയാളി കമ്മ്യൂണിറ്റി കൂടിയിട്ട് ഇങ്ങനെ കുട്ടികളുടെ വലിയൊരു കലാപരിപാടി, പിന്നെ നമ്മളത് എല്ലാവരും റിന്യൂവിൽ വന്നു കഴിഞ്ഞപ്പോ അവര് കുട്ടികളുടെ കലാപരിപാടിയൊക്കെ എല്ലാവരുടെ കൂടി ഒരു ഹോളിൽ ഒരുമിച്ച് കൂടും. കുട്ടികളുടെ ഓരോ പ്ലേ ഗ്രൂപ്പ് ഓരോ
മെസ്സേജുകൾ ഇങ്ങനെ അവതരിപ്പിക്കും. എല്ലാവരും ഇവിടുത്തെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കോമ്പറ്റീഷൻ ആയിട്ടല്ല, എല്ലാവർക്കും സമ്മാനം. പിന്നെ ഒരു സ്നേഹം വരുന്ന ഒരു സ്വതരാഴ്ച എടുക്കുന്നു, ചിലർക്ക് പാസ് വെച്ചായിരുന്നു സ്വതരാഴ്ച എടുക്കുന്നു. അതിൽ ചെലവ് ചെയ്ത് ബാക്കി ഭാഗം എന്തെങ്കിലും മിഷന് വേണ്ടി അവര് കൊടുക്കുക. അങ്ങനെയാണ് കുട്ടികൾക്കെല്ലാം എന്താ ഡാൻസ് പഠിപ്പിക്കുന്നവർക്ക് ഡാൻസ് അല്ല. അതിപ്പം ഞാൻ പ്രാവശ്യം 3 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ കലാപരിപാടികള്, നാടകം, സ്കിറ്റ് ഓരോന്ന് ഓരോ ഗ്രൂപ്പുകാരും കോമ്പറ്റീഷൻ ആയിട്ട്. അപ്പൊ ഇവർക്ക് ഡാൻസ് രണ്ടുപേരും കൂടി ഒരു ചിലവര് നമ്മുടെ കുട്ടികൾക്കെല്ലാം ഒരു വേദി കൊടുക്കും. നമ്മള് അതാണ് ഒരു വേദിയായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. അപ്പൊ അധികം പഠിക്കാത്തവരും പഠിച്ചവർക്ക് എല്ലാവർക്കും കോൺഫിഡൻസോട് സ്റ്റേജിൽ വന്ന് ചെയ്യാം. അതല്ലെങ്കിൽ പിള്ളേർക്ക് തന്നെ ഒരു കോംപ്ലക്സ് ആവുന്നത്. ഒരു ഗ്രൂപ്പിലെ കിഡ്സ് എല്ലാം കൂടി അവർക്ക് ഈ നമ്മൾ പഠിച്ച പാട്ട് തന്നെ ഇപ്പൊ ഫാദർ പ്രൈസ് പാടി അടിച്ച് അടുത്ത ഗ്രൂപ്പ് വരുന്നു ചാറ്റ് എഴുതുന്നത്. അങ്ങനെ മതി. അങ്ങനെ കുട്ടികൾക്ക് കുറെ പ്ലാറ്റ്ഫോം കിട്ടും. പിന്നെ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ഉണ്ടായില്ല, പാരന്റ്സിന്റെ കാണാനൊന്നും ആരും ഉണ്ടായില്ല. കാരണം ഓരോ ക്ലാസ് റൂമില് അറ്റ് ദ സെയിം ടൈം പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ പിള്ളേരെയും കൊണ്ട് ഓരോ ഹോളിലേക്ക് വരുന്നു. അങ്ങനെ കാണാനും അല്ലെങ്കിൽ അതിന് ഓഡിയൻസ് ഇല്ലാണ്ടായിട്ടില്ല. നല്ല പ്രോഗ്രാമുകൾ ഇത്ര ഉള്ള കുട്ടികൾ അവരെങ്ങനെയെങ്കിലും മാക്സിമം ജ്ഞാനമില്ല കുട്ടികൾ കയറ്റാനുള്ള വേദികൾ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മള് ഈ ബൈബിള് നമുക്ക് എടുക്കുന്നു വായിക്കാം. നമുക്ക് ഈ നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടികൾ കിട്ടുന്ന ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തി കളയാനാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം. അതുകൊണ്ടാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോ ഈ കുഞ്ഞുമാലാന്റെ മാസിക വാസ്തവം നമുക്ക് നഷ്ടമാണ്. നമ്മുടെ പൈസ അങ്ങോട്ടിട്ടാണ് പലപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് നമുക്ക് കൂടിയപ്പോൾ നമ്മുടെ ലക്ഷ്യം മാക്സിമം ഇൻപുട്ട് ആർക്കിടുക, കുട്ടികൾക്കിടാനാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചാൽ അവർക്ക് ഇവിടെ പൈസ കൂട്ടിയാല് നമുക്ക് നഷ്ടമാണെങ്കിലും ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നത് നന്മയാണ്. കാരണം ഈ കിട്ടുന്ന ഇൻപുട്ട് ഇന്നലെ നാളെ എന്ത് ചെയ്യുന്നു കുട്ടിക്ക് ഫലവത്താം. അതിന് ഒരു ഉദാഹരണം ബൈബിളിൽ തന്നെയുണ്ട്. 4-ാം അധ്യായത്തില് എന്ത് ചെയ്യുന്നു സമരക്കാരൻ ചെയ്യാൻ അവിടെ ചില സംഭാഷണങ്ങളുണ്ട്. നമ്മൾ വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ യേശു എന്ത് ചെയ്യുന്നു, വെള്ളം ഒരു പെൺകുട്ടിയെ കാത്തു നിർത്തുന്നു, അവിടെ വെള്ളം കുടിക്കാൻ വരുന്നു. എന്ത് ചെയ്യുന്നു 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവാ. ദൈവം ആളെ സംസാരിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് യേശു ഒരു വാക്ക് പറയാണ് അവനോട്. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നു, അവളുടെ മെമ്മറി കിടക്കുന്ന ദൈവികമായ ജ്ഞാനം എന്ത് ചെയ്യുന്നു യേശു ഉണർത്തുകയാണ്. ഇപ്പൊ മോളിപ്പോൾ 10 വർഷം മുമ്പ് ധ്യാനം കൂടിയല്ല ക്രിസ്ത്യനാണ്. ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങി അടിച്ചു പോയി എവിടെയെങ്കിലും വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ക്രിസ്ത്യനെ കുറിച്ച് ഇവരോട് ചോദ്യം ചോദിക്കുകയാണ്. ഇവരുടെ മെമ്മറി കിടക്കുന്ന ക്രിസ്ത്യനെ കുറിച്ച് അറിവ് എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് 12-ാമത്തെ വാക്യം വായിച്ചത്. ഈ കിണർ അവിടെ അപ്പോൾ എന്ത് ചെയ്തു, ഈ കിണറിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ഈവന്റ് അവള് പറഞ്ഞ് ഓർത്ത് റിട്രാക്ട് ചെയ്തു. അവിടെ ഓർമ്മയും കൊണ്ടുവന്നു. ഒരിക്കൽ പോലും സമരക്കാരി കുറെ നാളായിട്ടൊന്നും ഓർത്തിട്ടില്ല. പക്ഷെ അതിനർത്ഥം എന്താ, ചെറുപ്പത്തിൽ ഇവൾക്ക് ഈ കിണറിനെ കുറിച്ചൊരു അറിവ് കിട്ടി. കാരണം ഇവിടെ ഒരു 16-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് മാറ്റപ്പെട്ട കുട്ടിയാണ്. കാമുകനോട് ഇറങ്ങിപ്പോയതാണ്. ഒരു കാമുകനെ അവളെ വിമലൈസ് ചെയ്യാറില്ല. ആയിരുന്നെങ്കിൽ പിന്നെ അവൾ അവിടെ കുറച്ച് പിന്നെ വന്നവനെല്ലാം ഇതേ ടൈപ്പുള്ളവരായിരുന്നു. വന്നവരെല്ലാം അവരെ വഴിക്ക് പോയി. അല്ലെങ്കിൽ അവളെ അവരെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പൊ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. പിന്നെ ഈശോ വീണ്ടും പറയാണ് 13-ാമത്തെ യേശു പറഞ്ഞതാണ്, ഈ വെള്ളം ഞാൻ നൽകുന്ന ജലം അവിടെ നിത്യജീവനിലേക്ക്. അപ്പോൾ അവിടെ പറഞ്ഞു എന്താണ്, അത് അവിടെ എനിക്കെല്ലാം പറഞ്ഞു. കാരണം ഞാൻ കോരാൻ വരേണ്ട കാര്യം, ഞാൻ ഇവിടെ ഇങ്ങനെ കോരാൻ എപ്പോഴും വരുന്നു, ഇത് ഇവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈശോ എന്ത് ചെയ്യുന്നു, അറിവിന്റെ വചനം അവിടെ ഉപയോഗിക്കാം. ആ പെൺകുട്ടികളുള്ള ഇന്നലെ പറഞ്ഞില്ല, അറിവിന്റെ വചനം എന്നുള്ള ആ വര അവിടെ ഉപയോഗിക്കാം.
ഹല്ലേലൂയ. അപ്പൊ യേശു പറയുന്നതാണ് അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവള് പറഞ്ഞതാണ് ഭർത്താവില്ല. അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? പിന്നെ പറയാൻ ശരി. ഇതാണ് അറിവിന്റെ വരം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, കുട്ടിയെ ക്യാച്ച് ചെയ്യുകയാണ്. അറിവിന്റെ വചനത്തിൽ ഭർത്താവില്ല, 5 പേരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ. അപ്പോൾ അവിടെ പറയുന്നത് ഉത്തരവ് 10-ാമത്തെ വാക്യം വായിച്ചേ. പ്രഭോ, ഒരു പ്രവാചകനാണ് ഒരു കരിസ്മാറ്റിക്കാണ് ഞാൻ. കാരണം അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വരത്തെ എന്നെ കുറിച്ച് അവൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. പ്രവാചകന്മാരാണ്, ആത്മീയ ശുശ്രൂഷകരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നെന്നുള്ളത് അവൾക്ക്. അതുകൊണ്ടാണ് വീണ്ടും അവിടെ ഉള്ളിൽ കിടക്കുന്ന ഇൻപുട്ടാണ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ടായിട്ട് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ യേശു എന്ത് ചെയ്യുന്നു? അടുത്ത വീണ്ടും പറയുന്നു. 20-ാമത്തെ വാക്യം വായിച്ചേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. ഞങ്ങളുടെ പിതാക്കന്മാർ. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരുപക്ഷെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കളുടെ കൂടെ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു? ആരാധനയും പങ്കെടുത്തിട്ടുണ്ട്. ഒരു പെരുന്നാളിനെങ്കിലും വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓർത്ത് പറയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ആരാധന നടത്തി. നിങ്ങൾ പറയുന്നു വേറെ സ്ഥലത്താണ് യഥാർത്ഥ ആരാധന. അപ്പൊ യേശുവിന് പറയുന്നു, അപ്പോൾ സ്ത്രീ പറഞ്ഞു. 25-ാമത്തെ വാക്യം പറഞ്ഞേ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ക്രിസ്തുവിനെ കുറിച്ചൊരു ജ്ഞാനവും എവിടെ നിന്ന് കിട്ടി? വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിക്ക് ഈ അറിവാണ്. ഇയാള് ഈ വന്നത് എന്നോട് മിണ്ടുന്നയാൾ ആരാന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ക്രിസ്തുവാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എത്ര ചെറുപ്പത്തിലാണെങ്കിലും മാക്സിമം ഇൻപുട്ട് എന്ത് ചെയ്യണം? ഇട്ട് നിറയ്ക്കുക. നിറച്ചാല് അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായത്തിലൊന്നോ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു ചേരും. ഇന്നല്ലെങ്കിൽ നാളെ അവർ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഒരാളെ കുറിച്ച് നിങ്ങളോട് ഇൻപുട്ട് തരുവാണ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം? ചന്ദ്രധ്യാനം അല്ലെങ്കിൽ വരാൻ പോകുന്നു. ആ ചന്ദ്രധ്യാനത്തിലെ ക്ലാസ് എടുക്കുന്ന ആൾ ഇന്നയാളാണ്. അയാൾ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അയാളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ചില ഇൻസിഡന്റ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരും, ഇയാളെ കുറിച്ചാണോ അന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ കിട്ടിയ അറിവാണ്. ഇതേപോലെയാണ് ഒരു കുഞ്ഞിന്റെ ഹൃദയത്തില് നേരത്തെ യേശുക്രിസ്തുവിനെ കുറിച്ച് കിട്ടിയാല് അവള് ഒരുപക്ഷെ ടീനേജ് വന്ന് ചില വഴിതെറ്റി പോയാലും അവിടെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും എപ്പോഴും ഉണ്ട്. കിട്ടിയിട്ടില്ലെങ്കിലോ അവിടെ ഒരിക്കലും തിരിച്ചു വരില്ല. അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ എല്ലാം കിട്ടിയിട്ട് പോയി, അവള് പഠിച്ചു പൊളിച്ച് വഴിതെറ്റിപ്പോയി, എല്ലാവരും തിന്മയും കഴിവപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാല് എന്നെങ്കിലും അവിടെ പോയ വഴി പൂർണ്ണമായിട്ട് അടയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? തിരിച്ച് അവിടെ ചെറുപ്പത്തിലെ കേട്ടിട്ടുണ്ടല്ലോ യേശുവിനെ കുറിച്ച്. എന്നാൽ യേശുവിന്റെ വഴിയിലേക്ക് ഒന്ന് പോയാലോ ആ ചിന്ത എന്ത് ചെയ്യുന്നു? നശിച്ചു പോകേണ്ട വ്യക്തിക്ക് തിരിച്ചു വരാനായിട്ട് അവസരം കിട്ടും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കൊച്ചു കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ. അതുകൊണ്ടാണ് തിന്മയായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ചെറുപ്പത്തിൽ തന്നെ മാക്സിമം നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കും. ഇപ്പൊ നമ്മളൊരു അടുത്തൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇപ്പം നമ്മുടെ ന്യൂയോർക്കിൽ ഒരു വീഡിയോ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. കാർട്ടൂൺ കഥാപാത്രം ഇറങ്ങി. ഗെയിം രണ്ട് ആണുങ്ങൾ ഒന്നിച്ച്. സാധാരണ ഇപ്പൊ കാർട്ടൂണിലൊക്കെ എന്ത് ചെയ്യുന്നു? ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണ്. നോർമലാണ് അവരെ രഞ്ജ. പക്ഷെ ഇപ്പൊ വരുന്ന പുതിയ ഗെയിമിലെല്ലാം വരുന്നത് ആണും പെണ്ണും ഗേൾസ് ആയിട്ടാണ്. അപ്പൊ അത് കണ്ട് വളരുന്ന കുട്ടിയെ സംബന്ധിച്ചോളം എന്ത് ചെയ്യും? അത് നോർമലാക്കും. അപ്പൊ അബ്നോർമലിനെ എന്താക്കുന്നു? നോർമലാക്കുന്നു. നോർമലിനെ എന്താക്കുന്നു? അപ്പൊ അവിടെയാണ് ചെറുപ്പത്തിലെ കുടുംബജീവിതത്തെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനം ഇടണം. ഇട്ടില്ലെങ്കിൽ നമ്മൾ ഇടുക എന്നുള്ള നമ്മുടെ കടമ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഫലമെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുട്ടികളുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാരണവശാൽ റിസൾട്ട് നോക്കരുത്. റിസൾട്ട് നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തില് നമ്മൾ റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. എത്ര വിദ്യാഭ്യാസം കൊടുത്ത് റിസൾട്ട് നോക്കിക്കൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് പല പഠിപ്പിക്കാൻ തോന്നും.
ചിന്തിക്കുമെന്നല്ലോ. എങ്ങനെ വരുന്നത് പോലും അറിയത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വിതയ്ക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം ദൈവം നമുക്ക് പരിഹരിക്കേണ്ടി വരും. ഓക്കെ, കുട്ടികൾ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളെ കണ്ടുമുട്ടുന്ന പെട്ടെന്നുള്ള പിയർ പ്രഷർ, അതായത് കൂടെയുള്ള കുട്ടികൾ രണ്ടാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് എല്ലാം അതുപോലെ ചെയ്യണം. കൂടെയുള്ള കുട്ടികള്. പക്ഷെ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അതേ ഏജുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് വന്നാൽ ഏത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു ഗ്രൂപ്പ്. അപ്പൊ അവരിപ്പം ഇവരെ പോലെ 10 പിള്ളേർ ഒന്നിച്ചെടുക്കാം. അവരെന്ത് ചെയ്യുന്നു തീരുമാനം എടുത്തു തിരുത്തൽ ശക്തിയായിട്ട് എന്ത് ചെയ്യണം ഒന്നിച്ച് നിൽക്കണം. ഈ 10 പേര് ഡ്രസ്സിങ്ങില് ഡ്രസ് കോഡില് ബാഗിന്റെ എല്ലാത്തും ഒരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇവർ ഒറ്റയ്ക്കല്ല. ഇവരോട് എത്ര പേരുണ്ട്? 10 പേർ, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർക്കൊരിക്കലും എന്ത് ചെയ്യത്തില്ല. അവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അതേ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് അത് തന്നെ നേരെ എന്താക്കാൻ വേണ്ടിയാണ് പോസിറ്റീവായിട്ട് മാറ്റണം. അപ്പൊ എന്താ അവർക്ക് സന്തോഷം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പിന്നെന്താ, അതുകൊണ്ടാണ് വല്ലപ്പോഴും നിങ്ങൾ മെയിനായിട്ട് ഗാദർ ചെയ്യുമ്പോൾ ഇവർ ഏജ് ഉള്ളവരെ തന്നെ നിർത്തിയാൽ പല ഡിസ്കഷൻ അവിടെ വരും, പല ചിന്തകൾ വരും. അപ്പൊ നിങ്ങൾ പിന്നെ നാളെ ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം തുടങ്ങുവാണെങ്കിൽ ഇവളുടെ ഏജുള്ള കൂട്ടുകാരെന്ത് ചെയ്യും, ഇവിടെ വിളിച്ചാൽ വരും 1-2 പേരെങ്കിലും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ദൈവാനുഭവം കിട്ടി നിങ്ങളുടെ അറിവിന്റെ വരവൊക്കെ ഉപയോഗിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി അതിനൊന്ന് സ്പർശിക്കാൻ പറ്റിയാൽ ഇവിടെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നു ഇവൾക്കൊരു 3 കൂട്ടുകാരെ പോസിറ്റീവാണ് കൂട്ടുകാരെ കിട്ടുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു ഏത് പ്രഷറിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും കുട്ടികൾക്ക് ഉള്ളവര് കുട്ടികൾക്ക് വേണ്ടി മാറുന്നു. നമ്മുടെ വിളി തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇത് മാത്രമല്ല, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയില് അങ്ങനെ വന്നു കഴിയുമ്പോ പലരും അതിന് പോകുന്നവരാണ്. അപ്പൊ പിന്നെ അവർക്ക് കുട്ടികളെ വേറെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പറഞ്ഞേക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുണ്ടാവുന്നു. അപ്പൊ അതിനുള്ള ഒരു ഇത് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പാർട്ടി, ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഗ്യാതറിംഗ്, ഒരു ഫെലോഷിപ്പ് ഒന്നുമില്ല. മിനിസ്ട്രി ആൻഡ് പ്രയർ അങ്ങനെയൊക്കെ പോവാണ് ഇപ്പൊ. അപ്പം പിള്ളേർക്ക് ശരിക്കും ഇങ്ങനെയുള്ള പിള്ളേർ ശരിക്കും അവർക്ക് അതിനോട് പ്രൊഫഷനാണ് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഗ്യാതറിംഗ് കൂടുമ്പോ തന്നെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്യാനോ അവരുടെ പിള്ളേരായിട്ട് പ്രാർത്ഥിക്കാനോ ഈ പിള്ളേരും കൂടെ കൂടി വരാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ബോധ്യം നമ്മുടെ എൽഡേഴ്സിനും മുതിർന്നവർക്കും ഉണ്ടായാലേ ഇതിന് ചേഞ്ച് വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും 2 പേര് ഇപ്പം ആന്റി അപ്പൊ ഇവരിങ്ങനെ വരുന്നു, നിങ്ങൾ ഇവരെ കൂടുമ്പോ അവർ സൈഡിൽ കൂടുമ്പോ നമ്മൾ ഇവരെ കൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിയാണ്. വരുമ്പോഴേ ഒരു പാട്ട് പാടി കൊന്ത ചൊല്ലി അതിനുശേഷം എന്ത് ചെയ്യുന്നു ഒരു സറണ്ടറിങ് കൊടുത്തു, പരിശുദ്ധാത്മാവ് വന്നു. ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് തരണേ എന്ന് കൈ നീട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പലരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നമ്മളിപ്പോ കേരളത്തിൽ ജനിച്ചു വളർന്ന് വന്നതുകൊണ്ട് ഇപ്പം കൂടി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ സമയത്ത് ഇവരുടെ പേജ് വരുമ്പോ നമ്മളെ ചാടിക്കറി പ്രാർത്ഥിക്കാനല്ല, ഷോർട്ട് പ്രയർ ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറയുന്നു. എന്നിട്ട് നമ്മൾ ലീഡ് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഈ വിഷയം എന്ത് ചെയ്യുന്നു ഇരിക്കും. അയാളാണ് ഈ പന്ത് എന്ത് ചെയ്യുന്നു. അപ്പൊ അതിന് നമ്മള് കുറച്ച് 10 മിനിറ്റ് പൊതുവായിട്ടൊക്കെ സംസാരിക്കും. ഓക്കെ, ഇത് നമ്മൾക്ക് ഇന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പൊ ഇവർ ഓരോന്ന് പറയുന്നത് വാശി വരുന്നു. അപ്പോഴും നമ്മുടെ കയ്യിൽ ലീഡ് ചെയ്യുന്നയാളുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്. പക്ഷെ ഇവരറിയുന്നില്ല. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എത്തുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യുന്നു, ഓക്കെ നമ്മൾ ഇതിനെ ചർച്ച ചെയ്ത് ഇതിനെക്കുറിച്ച് ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് സ്റ്റഡി ആവശ്യമുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നമുക്ക് ഒരാളെ വിളിച്ചാൽ പിള്ളേർ ശരി ഒരാളെ വിളിക്കുക, അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും റിസോഴ്സ് പേഴ്സണെ അടുത്ത പ്രാവശ്യം കൂടുമ്പോ കൊണ്ടുവരുന്നു. അപ്പൊ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടാ, അപ്പൊ കുട്ടികൾ തയ്യാറെടുത്താ വരുന്നത് ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ മുന്നമേ പറയും നിങ്ങൾ ഇതിനെ കുറിച്ച് ചോദ്യം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്റെ ഇമെയിൽ നിങ്ങൾ അയക്കാം. അപ്പൊ കുട്ടികളും സന്തോഷം ഉത്തരത്തിന് വേണ്ടി വരുന്നു. അപ്പൊ അടുത്ത ചർച്ചയിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം എടുക്കുന്നു, ഇത് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ഇപ്പൊ കിടക്കുന്ന ഒരു ഫോർമാറ്റ് വരുമ്പോഴേ ജവമാല ചൊല്ലുക, പ്രൈസ് വർഷിപ്പ് വേണം,
ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടെന്നല്ല, കുഞ്ഞുങ്ങൾ ആവിൽ എത്തിയാലേ ഉള്ളൂ എന്ത് ചെയ്യുന്നു അവർക്ക് വരാൻ പറ്റുമോ. നമ്മൾ അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രായത്തിൽ നമ്മളിപ്പോ 153 ജപമൊന്നും അവരെ കൊണ്ടൊന്നും, പക്ഷെ അവര് മറിഞ്ഞാൽ 153 അല്ല 203 ചെയ്യും. മറിക്കാന്നുള്ളത് നമ്മുടേതാണ്. അതിനെ കൊണ്ട് അതുവേണ്ടിയാണ് നിങ്ങള് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾ നന്നായിട്ട് വരങ്ങളൊക്കെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, പിള്ളേർക്ക് ആകർഷണം വരും. അതുപോലെ എൻകറേജ്മെന്റ് കുറവാണ് നമ്മുടെ ഇതിനകത്ത്. പിള്ളേരെ നമ്മൾ എൻകറേജ് ചെയ്താൽ മാത്രമേ, ഇപ്പം ഏതൊരാൾക്കൊരു കഴിവുണ്ടെങ്കിലും അതിനെ കൂടുതൽ എൻകറേജ് ചെയ്ത് അത് നമ്മളൊന്ന് പോർട്രേ ചെയ്ത് എല്ലാം ചെയ്യുമ്പോഴാണ് പിള്ളേർക്ക് പിന്നെയും കൂടുതൽ. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ പറയില്ല, നമ്മളുടെ ഒരു ഇത് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ കുറ്റം പറയാന്നുള്ളത് നമ്മുടെ ഒരു ജന്മ സിദ്ധമാണ്. ഒരു പോസിറ്റീവ് സൈഡ് അവിടെ കുഞ്ഞൊരു കാര്യം ചെയ്താൽ പോലും നമുക്ക് കാരണം അങ്ങനത്തെ ഒരു ശൈലി ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ പുറമേയൊക്കെ എന്ത് ചെയ്യുന്നു, എല്ലാത്തിനും താങ്ക്സ് പറയുന്നു, എന്ത് ചെയ്താലും ഡിസ്കറേജ് ആവില്ല. ഉടനെ അവർ പറയും. അതല്ലെങ്കിൽ നമ്മൾക്കൊരു സാധനം കൊണ്ടുവന്ന ഉടനെ നമ്മളോട് വെൽക്കം പറയും. അതായത് താങ്ക്സ് പറയാൻ മറന്നുപോയാലും അപ്പോൾ ഡിമാൻഡിങ് നാളെ എടുത്തു. അതായത് അത് വെച്ചോണ്ടിരിക്കുന്ന പരിപാടിയില്ല. അതെ, അതല്ലെങ്കിൽ വെൽക്കം ഇങ്ങോട്ട് പറയും. അപ്പൊ നാളെ അല്ല, ആ കുട്ടിയെ ഞാൻ പറഞ്ഞില്ല, നമ്മള് ഈ ശൈലിയിലോട്ട് വരുമ്പോൾ, ശൈലി പറഞ്ഞാൽ വരുമ്പോഴാണ് ഇവിടുത്തെ കുട്ടികളുടെ നീഡ് അനുസരിച്ചുള്ള വിഷയങ്ങളെ ബൈബിൾ പാസേജ് അതിന്റെ പ്രസന്റേഷൻ എല്ലാം എന്ത് ചെയ്യുന്നു വ്യത്യാസം. അപ്പൊ നിങ്ങളിപ്പോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുതിയ സിനിമ വരുമ്പോൾ ആ സിനിമ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ്. എന്താ ഈ സിനിമയിലുള്ള പ്രത്യേകത, ഈ സിനിമയിലെ കഥ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേറെ എന്ത് ചെയ്യാമായിരുന്നു, അതാണ് കാണിക്കാതിരിക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഈ പിയർ പ്രഷറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ സംഭവിക്കുന്നത് എന്നു വെച്ച് നമ്മുടെ ഈ ഗ്യാതറിങ് ഇതൊന്നും പിള്ളേർക്ക് അവരുടെ ഫോർമാറ്റിലല്ല കൊടുക്കുന്നത്. അതൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തു. കൊടുക്കുന്നതിന്റെ ഫ്രീക്വൻസി, ഇവര് ആഴ്ചയിൽ 6 ദിവസം ഇവരുടെ പിയേഴ്സിന്റെ കൂടെയാണ് നടക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ഇത് കൊടുക്കുന്നത്, ഒരു ചെറിയ സമയത്തേക്ക്. അപ്പം അതുപോലെ ഇവരുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ വിശ്വാസം എക്സസൈസ് ചെയ്യുന്നതിന് ഒരിക്കലും അവർ ചാലഞ്ച്ഡ് അല്ല. അവരെ ആരും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു തരുന്നു. അവിടെ തന്നെ ഇവർക്ക് പിയർ പ്രഷർ ഉണ്ട്. നിങ്ങൾ അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫെയ്ത്ത് കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനോ അവരെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനോ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യുന്നത് തെറ്റാണ്. കാര്യം ഇവിടെ സെക്യുലാരിസം, ഈ ഫ്രീ തിങ്കേഴ്സ് ഇതെല്ലാം കൂടുതലാണ്. നാട്ടിലാണെങ്കിൽ അങ്ങനെ പിള്ളേരെ പോയി നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ അല്ലെ അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല, അത് ചാലഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ പിള്ളേർക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ക്ലാരിറ്റി കുറവായിരിക്കും. അങ്ങനത്തെ ഇവിടെ നമുക്ക് വേറെ എന്നുള്ളത് നമ്മുടെ നിങ്ങളിപ്പോ നന്നായിട്ട് ലൈവായിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവർക്കൊരു ചേഞ്ച് വരും. ആ ചേഞ്ചിലൂടെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, യേശുവിനെ സ്കൂളിലൊക്കെ പ്രസന്റ് ചെയ്യുന്നതിന് ഒരു ആവേശമില്ല, ത്രില്ലിംഗ് ഇല്ല, അതിലേക്ക് വരും. അതിപ്പോ നമ്മുടെ നാട്ടിലുമുണ്ട്, എല്ലാ ദൈവങ്ങളും ഒന്നല്ല എന്നുള്ളതൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല്, നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്കെല്ലാം പ്രോബ്ലം ഇല്ലാത്തവരൊരുമില്ല. അതിനെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ ശക്തിയില്ല, അദൃശ്യനായ ദൈവത്തെ എന്ത് ചെയ്യണം, ദൃശ്യമാക്കി കൊടുക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. പ്രതിഫലം ഹല്ലേലൂയ. എന്നാൽ നമ്മളിങ്ങനെ പഴയ രീതിയിൽ മാത്രം നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഉൾക്കൊള്ളാൻ. ഇപ്പൊ നിങ്ങള് നാട്ടിലിപ്പോ നിങ്ങൾ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുമ്പോ ഇപ്പൊ മാറി, എല്ലാവരും സ്ത്രീകളെല്ലാരും അല്ലെ, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ജീൻസ് ഇട്ട് നിങ്ങൾ NRIക്കാർ മാത്രമാണ് ജീൻസ് ഇട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത്ഭുതത്തോടെ ആൾക്കാർ എന്ത് ചെയ്തു, എവിടെ നിന്ന് ഇറങ്ങി വന്ന് അത് തുറച്ചു നോക്കുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എല്ലാ കോളേജുകളെല്ലാം പെൺകുട്ടികൾ എന്ത് ചെയ്യും, ജീൻസും ഒരു ചെറിയ ടീഷർട്ട് ഇടുന്നു. നിങ്ങളെക്കാളും അഡ്വാൻസ് ആയവർ. കാരണം നെറ്റിൽ കൂടെ അവരെല്ലാം എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് വലിയ
പണ്ടൊക്കെ ഒരു പെൺകുട്ടികളെ ഷാളിടാതെ വീട്ടുകാരെന്ത് ചെയ്യുന്നു, നെറ്റിടാതെ പുറത്തിറക്കുകയല്ലായിരുന്നു അല്ലേ? ഇപ്പം ഏതാണെങ്കിലും അവര് ഞാൻ പറഞ്ഞ അപ്പൊ ഇങ്ങനെ ഇപ്പോഴാണ് നിങ്ങൾ നാട്ടിൽ വരുമ്പോ എന്ത് ചെയ്യുന്നു, നിങ്ങളെക്കാളും നിങ്ങളിൽ കുറച്ചുപേരാണ് ഇപ്പോഴും ചുരിദാറൊക്കെ ഇട്ട് എന്ത് ചെയ്യുന്നു അത്യാവശ്യം നടക്കുന്നത്. അവിടെ വരുമ്പോ ഓക്കെ പിള്ളേരെ അപ്പൊ ഇതത് ബാഹ്യമായിട്ടുള്ളത്. ഇതേപോലെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തില് ഈ തോട്ട്സ് ഒക്കെ ഉണ്ട്. എന്തുണ്ടെങ്കിലും നമുക്ക് യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിച്ചാൽ അതുവഴി എന്ത് ചെയ്യുന്നു, കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഇപ്പൊ നമുക്ക് സംഭവിക്കുന്ന അല്ല, നമ്മളൊക്കെ വരുമ്പോ ഇപ്പൊ കുഞ്ഞ് വരുന്നു, കുഞ്ഞിനെ ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമുക്ക് കുറെ നീടൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, തകർച്ച, വിഷമം. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്താ നീടുള്ള ഒരു കാലഘട്ടം അവരെ സംബന്ധിച്ചോളം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഇല്ല, അന്നൊന്നും വേണ്ട ആഹാരത്തിന് ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മള് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് മമ്മി പപ്പ ചെറിയ വഴക്കൊക്കെ പിടിച്ച ഭയങ്കര സങ്കടമൊക്കെ അല്ലേ പിള്ളേർക്ക്. പക്ഷെ ഇപ്പൊ പിള്ളേരെന്ത് ചെയ്യുന്നു, അവര് സ്ഥിരമായിട്ട് നടക്കുന്നു. ഞങ്ങളിവിടെ കുട്ടികളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി. പണ്ടൊരു അസുഖം വന്നാൽ നമുക്ക് ഭയങ്കര പേടിയാണ്, കാരണം നമ്മുടെ കാശില്ല. പക്ഷെ ഇപ്പൊ അതല്ല, ചെറിയൊരു അസുഖം വന്നാൽ MRI എടുത്ത് നോക്കുന്നത് എന്താണോ അതിനന്നേരം നമ്മുടെ നാട്ടിൽ ഇപ്പൊ യന്ത്രമനുഷ്യൻ ഓപ്പറേഷൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന കുറെ കൂടെ പുതിയ എന്തോ മെഡിക്കൽ കെയർ തുടങ്ങിയവര്. അപ്പൊ എന്താ പൈസ കൊടുത്താല് 6 കൈ ഉപയോഗിച്ച് ഒന്നിച്ച് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു ഓപ്പറേഷൻ തീർക്കുന്നു. ബോഡിക്ക് എല്ലാവരും അപ്പൊ ആൾക്കാരെല്ലാം ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ തലവേദന വന്നു അതോടുകൂടി ആള് മരിക്കുമെന്നൊക്കെയാണ് നമ്മുടെ തോന്നല്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടില് കൊച്ചിന് സർജറി വന്നപ്പോ രണ്ടാമത്തെ കുട്ടി എന്ത് ചെയ്യുന്നു, സർജറി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വീട്ടിൽ കൊണ്ട് കാണിക്കുന്നു. അവരത്ര അഡ്വാൻസ് ആയി. അപ്പൊ നമുക്ക് കാണാൻ പേടി, ഇത്രയും കീറുന്നു, രക്തം വരുന്നു, ദൈവമേ ഇതെങ്ങനെയാണ്. പക്ഷെ ഇവര് കണ്ടു എന്ത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങള്. പക്ഷെ നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ആരെ കൊടുക്കണം, യേശുവെ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ വീണ്ടും പറയുന്നത്, എത്ര വലിയ കുട്ടികൾ ഇനിയും ഇന്റലക്ച്വൽ ആയിട്ടോ ഹൈ ആയിട്ട് പോയാൽ പോലും നമ്മൾ യേശുവിന്റെ അടുക്കൽ ഈ കുട്ടിയെ എത്തിച്ചാൽ, എന്നുവെച്ചാൽ അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ ദൈവം നേരിട്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ഇടപെടും. ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച 2 ഭാഗം നമുക്ക് വായിക്കാം. ഒന്ന് നിയമാവർത്തന പുസ്തകം എടുക്കാം, 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ ഈശോ എന്തിനാണ് നിങ്ങൾ ഈ വചനമൊക്കെ പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. മക്കളെ മക്കളുടെ മക്കളെ അറിയിക്കുക. അതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കുട്ടിയുടെ ഹൃദയത്തിൽ എന്തിടുക, നിക്ഷേപം ഇടുക, കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. വീണ്ടും അടുത്ത വാക്യം നമുക്ക് വായിക്കാം. വായിച്ചേ. ഹോറേബിൽ നിന്ന് കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക, എന്റെ വാക്കുകൾ അവര്. ഇതെല്ലാം ചെയ്യുന്ന ദൈവത്തിന്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം, പുറപ്പാട് 10:2. നമ്മുടെ കടമ ഇത്ര എന്താന്ന് പറയുന്നുണ്ട്, ഉറക്കെ വായിച്ചേ. അവരുടെ ഇടയിൽ എന്റെ അടയാളങ്ങൾ കാണിക്കാനും ഈജിപ്തുകാരെ ഞാൻ എങ്ങനെ വിഡ്ഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിന്റെ പുത്രന്മാരെ ഈ 10 അത്ഭുതങ്ങൾ ദൈവം ചെയ്തതിനു വേണ്ടിയാ, തലമുറയ്ക്ക് ആരെ കൈമാറാനായിട്ട്, ഈശോയെ കൈമാറാം. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കടമ ഇതാണ്, മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. എപ്പോഴേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ചെറുതായിരിക്കുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പം അനുസരിച്ചിരിക്കൊന്നും ഈ മക്കളെ പഠിപ്പിക്കാനൊന്നും പറ്റിയല്ല. ഇനി അവരെ പഠിപ്പിക്കണം, ഇന്റർനെറ്റ് വല്ലതും ഡൗൺലോഡ് ചെയ്തിട്ട് അവര് പഠിക്കും. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പൊ അവിടെയാണ് നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ നാട്ടിൽ വന്നത്,
ദൈവിക ഇടപെടൽ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ദൈവാനുഭവങ്ങളായിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഇതിൽ അവര് വിശ്വസിക്കാതിരിക്കോ? അപ്രകാരം ഇട്ട് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രായത്തിൽ അവരെന്തെങ്കിലും ഒരു വരുമ്പോൾ അവരാരെ കുറിച്ച് ഓർക്കും? അമ്മ ചൊല്ലിത്തുന്ന കാര്യങ്ങൾ ഓർക്കും. പ്രൈസലോ, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ ചില ധ്യാനത്തിനൊക്കെ കൊണ്ടുപോകുന്നു. അപ്പൊ ഞാനിപ്പോ എന്റെ 4 പിള്ളേരെയും കൊണ്ടാണ് ഡാമീൻസിന് പ്രോഗ്രാമിന് പോയത്. മറ്റൊന്നുമല്ല, അവരെന്ത് ചെയ്യണം, ഇതെല്ലാം ഒന്നൊന്ന് അവര് ധ്യാനം കൂടാൻ നിർബന്ധിച്ചാൽ അവരെന്ത് ചെയ്യുന്നു? റിബലാക്കും. അവർക്കുള്ളതൊന്നുമില്ല. പക്ഷെ അവരെ കാണിക്കുകയാണ്, മക്കളെ നിങ്ങൾ പറ്റുന്ന പോലെ ഇരിക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടന്നുകൊള്ളുക, അച്ഛനോട് അനുവാദം വാങ്ങിച്ചു. അപ്പൊ ഇവരിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യും. എപ്പോഴെങ്കിലും ഇത് നാളെ അവർ നിഷേധിക്കത്തില്ല. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ചിലവരുടെ പ്രവചനങ്ങളൊക്കെ വരുന്നു. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരുപക്ഷെ അവരിപ്പോ ടീനേജ് വരുമ്പോ ഇതൊന്നും തലയിൽ കയറുന്നില്ല, പക്ഷെ ഉള്ളിൽ കിടക്കും. ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുന്നു? റിസൾട്ട് ഉണ്ടാവും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അവര് അന്ന് വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ശനിയാഴ്ച പബ്ലിക് ഹീലിംഗ് സർവീസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ രോഗികൾ വന്നു. അപ്പോഴാണ് മക്കൾ തന്നെ കാണും ഇത്രയും വീൽ ചെയറുള്ള രോഗികൾ. കാരണം ഓരോ ബസ് വന്ന് ഇറങ്ങുമ്പോഴും അതിനകത്ത് 40 പേര് 20 പേര് വീൽ ചെയറായിട്ടാണ് അവർ വന്ന് അവരുടെ പ്രതീക്ഷ, വിശ്വാസം. അപ്പൊ നമ്മൾ പറയും ഇത്രയും പേരെ എത്ര പേര് സുഖപ്പെട്ടു നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നുണ്ട്, അവർ അത്രയും വിശ്വാസത്തോട് കാത്തിരിക്കുന്നു സൗഖ്യത്തിന് വേണ്ടി. അപ്പൊ നമ്മൾ മക്കളോട് പറയും, നിങ്ങൾ വലുതാകുമ്പോൾ രോഗശാന്തി വരവ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്ത് ചെയ്യാം? സുഖപ്പെടുത്താം. ഒരു ഡോക്ടർ മെഡിക്കൽ ലെവലിൽ ഇനി അവർക്ക് ഒരിക്കലും ഹീലിംഗ് ഇല്ല. ഉണ്ടായിരുന്നവർ പണ്ടേ ഹീൽ ചെയ്യപ്പെട്ടാണ്. ഇനിയുള്ളത് യേശുവിന്റെ മിറക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറയുന്നു, സ്വീകരിക്കൂ. ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാനേ നമ്മളെ കൊണ്ട് ഒരിക്കലും നമുക്ക് പറ്റുള്ളൂ. പ്രിയപ്പെട്ടവർ, വിശ്വാസം ഒരിക്കലും നമുക്ക് പറയില്ല. ആരെ വേണേ എടുത്തോ, നമുക്ക് വിശ്വാസം ഇഞ്ചക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിശ്വാസമുള്ള പോലെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വചനം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേഹത്തിലിടുക. ഒരു വാക്യം നമുക്ക് വായിക്കാം. നിയമാവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം. നിയമാവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം വായിക്കാം. 6-7 വാക്യങ്ങൾ. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അവയെ പറ്റി സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഒരു ഹല്ലേലൂയ. പിന്നെ അടുത്ത വാക്യം കൊണ്ട് വായിക്കാം. അതിന്റെ അത് കയ്യിൽ അടയാളമായി അത് എല്ലായിടത്തും എഴുതണം. പിന്നെ എന്താണ്? നിങ്ങൾ ദൈവമായ കർത്താവ് കൊണ്ടുവന്ന് നിങ്ങൾ പണിയാത്ത വിശാലവും മനോഹരവുമായ നഗരങ്ങളും നിങ്ങൾ നിറയ്ക്കാതെ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും നിങ്ങൾ കുടിക്കാത്ത കിണറുകളും നിങ്ങൾ നടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഇരുമലങ്ങളും നിങ്ങൾ നൽകുകയും നിങ്ങൾ പഠിച്ച് സംതൃപ്തരാകുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. എല്ലാ വിധത്തിലും ദൈവം പറയുന്നതാണ്, മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുക, സന്തോഷിക്കുക. ദൈവം ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിത്ത് വിതച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫലമെടുക്കും. നമ്മള് ഇന്ന് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോഴും ഇന്ന് നിങ്ങൾക്ക് ഫലത്തെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വാസാലാണ് എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അവർക്ക് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ, സ്തുതിക്കുന്നവരാണ് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുന്നവരാണ് നന്ദി പറയുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധമേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. നന്ദി പറയുന്നു.
പ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം വിതയ്ക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനോട് വായിക്കാം. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. 12:7. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും ഭക്ഷിച്ച് എന്ത് ചെയ്യണം? ആരായിട്ട്? ദൈവമായ കർത്താവിന് മുമ്പിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യണം? ഭക്ഷിച്ച്. ഇതാരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ മമ്മി പപ്പ മക്കളൊക്കെ എന്ത് ചെയ്യണം? ഒന്നിച്ചും ഫെലോഷിപ്പ്. നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളം കമ്മ്യൂണിറ്റിയിൽ, അത് ഇവിടെയല്ല നാട്ടിലും എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എന്തോ ഫെലോഷിപ്പ് ചെയ്യുന്നവർക്ക് എന്തോ തെറ്റായിട്ടാണ് അവര് കരുതുന്നത്. അത് ചില വിളിയുള്ള കുടുംബമുണ്ട്. അല്ലാത്ത കുടുംബങ്ങളെ സംബന്ധിച്ചോളം പ്രിയപ്പെട്ടവരെ, മമ്മിയും പപ്പായും മക്കളും ഒന്നിച്ചിരുന്ന് എവിടെയെങ്കിലുമൊക്കെ പോയോ അങ്ങനെയൊക്കെ ഫെലോഷിപ്പ് ചെയ്യണമെന്ന് ആരാഗ്രഹിക്കണോ? ദൈവമായ കർത്താവ്. ആ ഫെലോഷിപ്പിന്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആരുള്ളിൽ കിടക്കുന്നു? പിള്ളേരുള്ളിൽ കിടക്കും. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ മമ്മിയും പപ്പായും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പപ്പ പറയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ എന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റി. ഞങ്ങൾക്ക് എന്റെ ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു എല്ലും കഷ്ണമല്ലേ, കോഴി കഷ്ണം കഴിക്കാൻ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടില് ഗസ്റ്റ് വരുമ്പോഴാണ് ആരെ പിടിക്കുള്ളൂ? കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്നത്. എന്നിട്ട് ആ ഗസ്റ്റ് കഴിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഒരു കഷ്ണം കഴിക്കാം. പക്ഷെ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? ഇന്നിപ്പോ ഓർഡർ ചെയ്ത് കാല് തന്നെ വരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? കഴിക്കാൻ ദൈവം കൃപ നൽകി. ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും? ദൈവമേ, അത്രയും ദാരിദ്ര്യത്തിൽ നിന്നാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അന്നേരം ഒരു നന്ദി ഒന്നും പറയുകയല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം, ഒരു നമ്മുടെ കാലത്തിന് ശേഷം ഒരു പക്ഷെ ഒരു ദാരിദ്ര്യം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ ചിന്തിക്കും, എന്റെ അപ്പനെ ദൈവം എന്ത് ചെയ്യുന്നു? ഒന്നുമില്ലായ്മയെന്ന് കൈപിടിച്ച് ഉയർത്തിയാണ് ആ ദൈവത്തിന് ഇനിയും എന്നെ ഉയർത്താൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒന്നിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യണം? യേശുവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ചില വീട്ടിലെന്താ സംഭവിക്കുകയാവോ? കുട്ടികളെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും. അത് പിള്ളേർക്ക് എന്താ? അരോചകമാണ്. എപ്പോഴും ബൈബിൾ അങ്ങനെ വരാതില്ല. നമ്മൾ കഥകൾ പറയുക, സംഭവങ്ങൾ പറയുക, ദൈവം ഇടപെട്ട കാര്യങ്ങൾ സംസാരിക്കുക, പറ്റിയ അബദ്ധങ്ങൾ പറയുക. പള്ളിയിൽ ഉറങ്ങിപ്പോയി പിന്നെ എഴുതാൻ അല്ലെ, സാഷ്ടാംഗം പ്രണമിച്ച മാത്രം ഓർക്കുന്നു. പിന്നെ ആരുമില്ല അല്ലേ. അപ്പഴാണ് കപ്പ്യാരി ഒന്ന് വിളിച്ചു. അപ്പ എന്ത് ചെയ്യുന്നു? പള്ളി കൂട്ടുന്നു. പക്ഷെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നിരുന്ന് മരിച്ചുപോയി മക്കളെ. ദൈവം എന്ത് ചെയ്യുന്നു? കട്ടിമുട്ടിയൊക്കെ എഴുന്നേപ്പിച്ചു വിട്ട്. പക്ഷെ ആ ഉറക്കമാണെങ്കിലും പിന്നെയും ഓർത്തു ദൈവത്തിന് മുമ്പിലല്ലേ ഉറങ്ങിയത്. അപ്പൊ അങ്ങനെ അവര് തമാശ. അപ്പയ്ക്ക് അല്ലെങ്കിൽ ഉറങ്ങാൻ നേരം. ഓക്കെ, നാളെ അവർ ഉറങ്ങിപ്പോകുമ്പോ എന്ത് ചെയ്യുന്നു? തന്റെ പ്രിയനെ ഉറക്കത്തിൽ വേണ്ടത് കിട്ടും. അപ്പൊ ആ വചനം പറയാണ്, തന്റെ പ്രിയനെ ഉറക്കത്തിൽ വേണ്ടത്. ഇങ്ങനെ ഉറങ്ങിപ്പോയാലും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെങ്കിൽ മക്കളെ വേണ്ടതൊക്കെ ദൈവം തരും. പക്ഷെ നമ്മളെപ്പോഴും പറയാം, ദൈവത്തിന് ഉറങ്ങാൻ പാടില്ല. നീ അവിടെ പോയിരുന്ന് 2 പ്രാവശ്യം കുർബാന വായിക്കോട്ടെ വിടുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ നമ്മൾ പറ്റുന്ന എന്താ? കുട്ടികളെ എപ്പോഴും എന്താ? കുറ്റപ്പെടുത്തുക. അപ്പൊ നിനക്ക് വായിക്കോട്ടെ വിട്ടു, നിനക്ക് ക്ഷീണമുണ്ടോ? നീ 10 മിനിറ്റ് കടന്നിട്ട് എന്ത് ചെയ്യണം? പള്ളിയിൽ പോകണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യുന്നു? കയ്യിലെടുക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ക്രിസ്തുവിലൂടെ മറുപടി കൊടുക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം വായിച്ചാണ്, ഒന്ന് വായിക്കാം. മർക്കോസ് 12:24 ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വചനവും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശക്തിയും എന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശക്തി. ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന്റെ വചനവും. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിലും ദൈവത്തിന്റെ വചനം. ഉദാഹരണമായിട്ട് കുട്ടി പ്രേമമായിട്ട് വന്നു നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടി പറയാണ്, എനിക്കൊരാളോട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കയറി അതിനെ വെട്ടുകയല്ല ചെയ്യേണ്ടത്. പിന്നെന്താ? അല്ല മക്കളെ, നിങ്ങൾക്ക് പ്രേമം അത് നിങ്ങളുടെ ഉള്ളിൽ
ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവിന്റെ ഭാഗമാണ്. പക്ഷെ അതെന്താ ചെയ്യേണ്ടതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എന്താണ്? ഉത്തമഗീതം എടുക്കാൻ നമുക്ക് നമ്മളിങ്ങനെ കടുംവെട്ട് വെട്ടുമ്പോ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? ഒന്നിനോടും ഉത്തമഗീതമാണ്. അപ്പൊ ചിലവരോട് അതൊന്നും പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അപ്പൊ കുട്ടികൾ ഉത്തമഗീതം വായിച്ചിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കുഞ്ഞ് ചോദിക്കുന്ന കുട്ടിയോട് നമ്മൾ കടുംവെട്ട് വെട്ടിയാൽ എന്ത് ചെയ്യും? കുട്ടി പറയാണ് ഉത്തമഗീതത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ, പ്രേമിക്കുന്നത് എങ്ങനെയാന്നൊക്കെ, പ്രേമഭാജനത്തോടെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ടീച്ചറെ ചോദിച്ചാൽ എന്ത് പറയും? അപ്പോഴാണ് നമ്മൾ കൃത്യ ഒരു വചനം കൊടുക്കുന്നത്. എന്ത് ചെയ്യുന്നു? 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചേ. ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് ഇളക്കി വിടരുതേ. വചനം പറയാണ്, പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുത്. ഇത് വചനം കൊടുത്താൽ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ കുട്ടി അടുത്ത ചോദ്യം ചോദിക്കും, എന്താണ്? ഉത്തമഗീതം കിട്ടിയ മക്കളെ? ഓക്കെ, 8-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. 8-4 ഉറക്കെ വായിച്ചേ. ജെറുസലേം പുത്രിമാരെ സമയമാണ്, ടൈം, ഒരു ടൈമുണ്ട്. ആ സമയത്ത് വേണം എന്ത് ചെയ്യണം? പ്രേമത്തെ ഉണർത്തേണ്ടതും ഇളക്കി വിടേണ്ടതും. അല്ലെങ്കിൽ വിട്ടാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്നത്. സമയമാകും മുമ്പ്. എന്താണ് സമയമാകും മുമ്പ്? ഒരു ജീവിതാന്തത്തിൽ പ്രവേശിക്കുന്നതാണ് ശരിക്കുമുള്ള ടൈം, അല്ലെ? ആ ടൈമിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പ്രേമത്തെ, മറ്റെപ്പോഴും പ്രേമം ചാടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ചില ഉദാഹരണങ്ങൾ പറയും. സർക്കസ് നടത്തുന്നു, എന്ത് ചെയ്യുന്നു? എപ്പോഴും സിംഹം എന്ത് ചെയ്യുന്നു? കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നമ്മൾ ഇളക്കുന്നു. പക്ഷെ അവര് വിടത്തില്ല. എപ്പോഴേ വിടുകയുള്ളൂ? ജിറാഫും ആനയും എല്ലാം എന്ത് ചെയ്യുന്നു? അകത്ത് കയറ്റിയിട്ടേ ഉള്ളൂ. ആരെ ഇറക്കുള്ളൂ? എന്തുകൊണ്ടാ? ഷോയ്ക്ക് എന്ത് ചെയ്യുന്നു? സിംഹത്തെ കൂടെ ഇറക്കിയാൽ എന്ത് ചെയ്യും? ജിറാഫിനെ ഒന്ന് പിന്നെ വെച്ചു. അപ്പൊ ഇതേപോലെ ഇഷ്ടംപോലെ ഉദാഹരണമാണ്. അപ്പൊ ടൈമുണ്ട്. അപ്പൊ അവരെ മനസ്സിൽ ഈ വചനം ഇട്ടുകൊടുത്താൽ എന്ത് ചെയ്യുന്നു? പ്രേമം ഇളകി വരുന്നു. ഈ വചനത്താൽ എന്ത് ചെയ്യുന്നു? അതിനെന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ദൈവം. അതുകൊണ്ട് കുട്ടികളെ ധ്യാനിപ്പിക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം? ഈ വചനങ്ങളെല്ലാം എന്ത് ചെയ്യണം? പഠിക്കണം. ഹല്ലേലൂയ. നമ്മളല്ലാതെ നീ എന്താണ് നമുക്കൊരിക്കലും, ഒരു വ്യക്തിക്ക് ഒരിക്കലും വേറൊരാളെ പ്രേമത്തെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കത്തില്ല. ടീച്ചറായാലും ശരി, വലിയ ഏത് സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു പരിധിക്കുള്ളൊന്നും തടഞ്ഞു നിർത്താൻ. പക്ഷെ ഈ വചനങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യുന്നു? ഈ പ്രേമം സ്കൂളിൽ വെച്ച് ചാടുമ്പോഴും എന്ത് ചെയ്യും? ഈ വചനം എന്ത് ചെയ്യുന്നു? തടയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ശുശ്രൂഷകരായ നമ്മളെ സംബന്ധിച്ചോളം 2 കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനവും പഠിക്കണം, ദൈവത്തിന്റെ ശക്തിയും അനുഭവിക്കണം. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പൊ ദൈവം ആഗ്രഹിക്കുന്നതാണ് ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? വചനത്താൽ നിറയ്ക്കുക. എന്ന് വെച്ച് ഇങ്ങനെ കാണാപ്പാടം പഠിപ്പിക്കാന്നല്ല. ചില മാതാപിതാക്കളുണ്ട്, കുട്ടികളെ എന്ത് ചെയ്യുന്നു? വചനം ഇങ്ങനെ കാണാപ്പാടം പഠിപ്പിക്കും. എന്നാൽ അവരെപ്പോഴും എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ എന്റെ കൊച്ചു 10 വചനം അറിയാമെന്ന് പറഞ്ഞ വചനം കുട്ടിയെ കൊണ്ട് ചൊല്ലിക്കുന്നു. അത് കുട്ടിയുടെ മെമ്മറിയാണ്. അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ വചനം എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കാനാണ്. അതിനുള്ള അവസരങ്ങൾ കുട്ടിക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. പ്രൈസ് ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ അവരുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ വചനങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റുക? പറഞ്ഞു കൊടുക്കുക, ചാരിറ്റി ചെയ്യാനായിട്ട് പറഞ്ഞ് സഹായിക്കുക. നിങ്ങൾക്ക് നിന്ന കാര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ നിന്ന് കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുക. അപ്പോഴെന്ത് ചെയ്യുന്നു? ഈ വചനം ചൊല്ലി പഠിക്കുന്നു, അത് പ്രായോഗികമാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ തയ്യാറാക്കുക. 3 രീതിയിൽ കുഞ്ഞുങ്ങളെ ഫോം ചെയ്യണം. ഒന്ന്, സ്പിരിച്വൽ ഫോർമേഷൻ. അത് കുട്ടികൾക്കുള്ള സ്പിരിച്വൽ ഫോർമേഷൻ ഉണ്ട്. 2, കുട്ടികൾക്കുള്ള മാനസിക, എന്നുവെച്ചാൽ മാനസിക തലത്തിലും കുട്ടികളെ എന്ത് ചെയ്യണം? ബലപ്പെടുത്തിയെടുക്കണം. നമ്മള് അതിനെന്താ പറയുന്നത്? മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ. 3, ഫിസിക്കൽ. കുട്ടികൾക്ക് ഈ 3 രീതിയിലുള്ളത് സ്വീകാര്യമാണ്. അവർക്ക് താല്പര്യമുണ്ട്.
സ്പിരിച്വൽ ഫോർമേഷനിൽ നമ്മൾ വരുന്നതാണ് വചന ശുശ്രൂഷയൊക്കെ വരുന്നത്, കൂദാശകളൊക്കെ വരുന്നത്. എന്ത് ചെയ്യുന്ന കുട്ടികൾക്ക് സഹായിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയാമല്ല. ഈ മാനസിക തലത്തിലെ ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ബിഹേവിയർ സയൻസ് എന്നൊക്കെ പറയല്ലേ. അപ്പൊ നമ്മള് ഒരു ക്ലാസ് എടുക്കുമ്പോഴും സ്പിരിച്വൽ മാത്രമല്ല, സ്പിരിച്വൽ പറഞ്ഞുകൊണ്ട് അത് പ്രായോഗികമാക്കാനുള്ള ബിഹേവിയർ തലത്തിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നത്. നമ്മളിപ്പോ ബൈബിളിൽ കുറെ ജ്ഞാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജ്ഞാനം എന്ത് ചെയ്യണം? ആക്റ്റീവ് ആക്കാൻ, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പൊ നമ്മളൊരു അതിനാണ് നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്? ധാരാളം ഉദാഹരണങ്ങൾ ഉപയോഗിക്കുന്നത്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ധാരാളം എന്ത് ചെയ്യുന്നു? ഉദാഹരണങ്ങള്. നമ്മളിപ്പോ ചിലർ സ്പിരിച്വൽ ടോക്ക്, പ്രാർത്ഥന എങ്ങനെയാണ്, പ്രാർത്ഥന ഇങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് അത് വേണം, ഇത് വേണം, ഇത് മാത്രമാകുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ ഇതിന്റെ സ്പിരിച്വൽ മാനസിക തലം എന്ന് പറയുമ്പോൾ എന്താ? ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് ഉണ്ടാകും. ഉദാഹരണമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ ടവറുമായിട്ട് എന്ത് കിട്ടുള്ളൂ? റേഞ്ച് കിട്ടത്തുള്ളൂ. അപ്പോഴാണ് അവിടുത്തെ ഒരാൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഒരാളെ വിളിക്കാനും പറ്റുന്നത്. ഇതേപോലെ ഒരു ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ക്രിസ്തുവാകുന്ന സിം കാർഡ് ഹൃദയത്തിലുണ്ടെങ്കിലേ എന്റെ മക്കളെ അപ്പോഴെന്താ അവരുടെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഈ മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ പറയും. അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കുക. അത് ആവശ്യത്തിന് ഉപയോഗിക്കണം, അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മളൊരു 1 മണിക്കൂർ പ്രോഗ്രാം ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എന്റെ സ്പിരിച്വൽ സൈഡ് പറയുന്നു, വീഡിയോ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ മാനസിക തലം ഈ ഉദാഹരണത്തെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെ. മൊബൈൽ ഫോൺ പെൺകുട്ടികൾ ഒരു കാരണവശാലും ഇവിടെ വയറിന്റെ ഭാഗത്ത് വെക്കരുത്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാ? എന്റെ റേഡിയേഷൻ വരും. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നു? അവർക്ക് കുഞ്ഞുണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒരു അമ്മയായി വിളിക്കപ്പെടുന്നതാണ് നീ ഒരിക്കലും അങ്ങനെ വെച്ച് നിന്റെ വിളി ദൈവം തന്നെ വിളിയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ടല്ല. ഇതിന്റെ അതിന്റെ ഫിസിക്കൽ സൈഡ് വരുവാണ്. ഫിസിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുട്ടിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉദാഹരണമായിട്ട് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുട്ടിക്ക് ബോഡിയുണ്ട്. ബോഡി എന്തിന്? പ്രാർത്ഥനയ്ക്ക് വിവിധങ്ങളായ രീതികളുണ്ട്. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഫിസിക്കൽ ട്രെയിനിങ് ആർക്ക് കൊടുക്കുന്നു? അത് കൊടുക്കുന്നു. അപ്പൊ 1 hour കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പ്രേ ഗ്രൂപ്പിൽ സ്പിരിച്വൽ ടോക്ക് വരുന്നു, ബിഹേവിയർ സയൻസ് അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഇത് വരുന്നു. പിന്നെന്താണ്? അതിനുള്ള ആക്ഷനിലേക്ക് വരാനായിട്ട് സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യണോ? ഈ പ്രേ ഗ്രൂപ്പ് ഒക്കെ നടത്തുമ്പോൾ ആക്ഷൻ സോങ് ചെയ്യുന്നത്. കാരണം അവരുടെ ബോഡി എന്ത് ചെയ്യണം? ഈ നമ്മളിപ്പോ നിങ്ങളെ സംബന്ധിച്ചോളം അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ എടിക്കും. നിങ്ങൾ പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്യും? അവരെപ്പോഴും എന്ത് ചെയ്യണോ? പിരിവിരുത്തോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചില ടോക്കിൽ നമുക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് അധികം വരുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, പാട്ടൊക്കെ പാടി സെലിബ്രേഷൻ സോങ് ഒക്കെ പാടി ചുള്ളി ചാടി ആക്റ്റീവ് ആക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അല്ലാണ്ട് ബ്രീത്ത് ചെയ്യും അല്ലെ, ബോഡി ഒന്ന് ഹീറ്റ് ആവും. അതിനുശേഷം ഇരുന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്പിരിച്വൽ സൈഡ് പറയുന്നു, ബിഹേവിയർ സ്വഭാവത്തിന്റെ കാര്യം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, തീർക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ലീഡേഴ്സായ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വിഷയങ്ങളും എന്ത് ചെയ്യണം? ഓരോ വിഷയങ്ങളും പഠിക്കണം, തയ്യാറെടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് അതിന്റെ പല മെത്തേഡുകളുണ്ട്. മെസ്സേജ് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമായിട്ട് ചോദിക്കണം. നമ്മളിങ്ങനെ മെത്തേഡ് പരിചയപ്പെടുവാണ്. മെത്തേഡുകൾ സൈക്കോളജിക്കൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം വരും അതിനകത്ത്. ചോദ്യോത്തരങ്ങൾ വരാം, അവരെ ചോദ്യങ്ങൾ ചോദിക്കാം, റിഫ്ലക്ഷൻ എഴുതുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു. ഉദാഹരണമായിട്ട് 10 8 കൊണ്ട് 1000 ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ പിന്നീട് ഓക്കെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ മറ്റു തരത്തിലുള്ള സൈക്കോളജിക്കൽ ഉള്ള ഇൻപുട്ടൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അത് സാധാരണ അത് വെറും ബ്രെയിൻ എക്സസൈസ് നേരെ എന്ത് ചെയ്യുന്നു, സ്പിരിച്വൽ ആക്ടിവിറ്റീസിലോട്ട് കണക്കാം. പ്രൈസലോ ഉദാഹരണമായിട്ട് ഇപ്പൊ നമുക്ക് ഒരെണ്ണം എന്ത് ചെയ്യുന്നു, ഞാൻ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കാമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ എഴുതുക, ഇതെന്താ ബൈബിളാണ്. ഇത് വെച്ചൊരു കളി ഉണ്ടാക്കാൻ പറ്റുമോ? മാത്സിന് പറ്റുന്നൊരു കളി ഉണ്ടാക്കാൻ പറ്റുമോ? മാത്സിന് ഒന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കിയേ. നിങ്ങൾക്ക് അങ്ങനെ നോക്കണ്ട. ഇത് വെച്ചൊരു കളി ഉണ്ടാക്കാനായിട്ട് ചുമ്മാ ഒന്ന് ഐഡിയ ഇട്ട് അപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആവാം. ഇപ്പൊ നമ്മളൊരു വിഷയം വചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സ്പിരിച്വൽ സൈഡ് പറഞ്ഞു, ഇനി അതിന്റെ മാനസിക സൈഡ് പറയാണ്. ഒരു കളി ഉണ്ടാക്കുക, നമുക്ക് ഇതിനകത്തൊരു കളി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ചുമ്മാ ഐഡിയ ഇട്ടാൽ മതി, കളി ഉണ്ടാക്കുന്നില്ല. എന്ത് പറയുന്ന ഐഡിയ? ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുമ്പോഴും ഇതിന് ഓരോ ഇത് വേണം. രണ്ടെന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ്. ഓക്കെ, എന്ത് പറയുന്നത്? എന്തോ ഓക്കെ, വേറെ ബൈബിൾ സെന്റൻസ് ഉണ്ടാക്കാം. പിന്നെ ഓരോ ലെറ്റർ വെച്ച് വേർഡ്സ് ഉണ്ടാക്കാം, അവര് കണ്ടുപിടിക്കാം. എന്ത് പറയുന്നത്? സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് പിള്ളേരെ കൊണ്ട് പല ഭാഗങ്ങളും കണ്ടുപിടിക്കാൻ പറയാം. ബൈബിളിൽ കണ്ടുപിടിക്കാൻ പറയാം. പല പുസ്തകങ്ങളുടെ പേര് കണ്ടുപിടിക്കാം. ബൈബിളിലെ B4 അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പേരൊക്കെ വേണ്ടി കണ്ടുപിടിക്കാം. B4 സ്ഥലത്തിന്റെ പേര്, B4 ബെത്ലഹേം. ബൈബിൾ ബുക്കുകളുടെ പേര് ഐസയ. പിന്നെ ബൈബിളിലെ പേര് കണ്ടുപിടിക്കുന്നു. ബൈബിൾ അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ ഇവിടെ ഇടിയോ, ഞാൻ ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് 20 മിനിറ്റ്സ് ബൈബിളിനെ കുറിച്ച് ബേസിക് കാര്യം പറഞ്ഞു. ബൈബിൾ എന്താണ് പറയാം. പിന്നെ ഈ ബൈബിളിൽ അവരൊക്കെ എന്ത് ചെയ്യുന്നു? മാനസികമായിട്ട് ഈ ബ്രെയിനിലോട്ട് ഈ സാധനം കയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ടിവിറ്റി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പുസ്തകത്തിന് പേര് കൊടുക്കുന്നു. പിന്നെ അങ്ങനെ കൊടുക്കാം, പ്രൊഫഷന്റെ പേര് കാണിക്കുക നിങ്ങള്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് വെച്ചുകൊണ്ട് ബൈബിളിലെ സ്ഥലത്തിന്റെ പേര് എഴുതാം. ആദ്യം എഴുതുന്നവർക്ക് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ എപ്പോഴും കുറച്ച് ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു. എല്ലാവർക്കും കൊടുക്കും അവസാനം. പക്ഷെ ഇത് ആദ്യം ചെയ്യുന്നവർക്ക് ആദ്യം ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്, അങ്ങനെ കൊടുക്കുന്നു. ഒരു വചനപ്പെട്ടി കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് വേറെ എന്താ? ക്യാരക്ടേഴ്സ് കൊടുക്കാം, സ്ഥലനാമം കൊടുക്കാം, പേര് കൊടുക്കാം, പ്രവാചനം കൊടുക്കാം. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കണക്ട് ചെയ്യുക. അത് നിങ്ങൾ ഇവിടെയാണ് നിങ്ങളുടെ സ്കില്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ഇപ്പം അനിത ചേച്ചി ഒരു സാധനം ഉണ്ടാക്കിയാല് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആ ഒരു വർഷം 12 പ്രെയർ മീറ്റിംഗ് വരും അല്ലെ. അപ്പൊ 12 സബ്ജക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ഉണ്ടാക്കിയാൽ ഓരോ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ബുക്ക്. സിംഗപ്പൂർ കമ്മ്യൂണിറ്റി ഒരു വർക്ക് ബുക്ക് തയ്യാറാക്കുന്നു, അത് നെറ്റിലിടുന്നു. മറ്റ് ലോകമെമ്പാടുമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് ഇതെന്തെങ്കിലും ചെയ്യണ്ടേ? ഇത് വേറെ രീതി ചെയ്യാൻ പറ്റും, നിങ്ങൾ ചിന്തിക്കാത്ത. ഇത് കമ്പ്യൂട്ടർ പോലെ ഒന്ന് എഴുതിക്കേ, കമ്പ്യൂട്ടർ ടൈപ്പ് പോലെ ഒന്ന് എഴുതിക്കേ. ഈ നമ്പർ, ഈ വാക്ക് കമ്പ്യൂട്ടറെ വരുവാണെങ്കിൽ ഇങ്ങനെ വരുമല്ലേ? അല്ല, കമ്പ്യൂട്ടറിന്റെ ഇതില്ല, അങ്ങനെ എഴുതിക്കേ. ഡിജിറ്റൽ. എന്നിട്ട് ഇതിന്റെ മിററായിട്ട് തിരിച്ചെഴുതിക്കേ. മിറർ ഇമേജ് ഇല്ലേ? മിറർ ഇമേജ് എഴുതിക്കേ. മിറർ ഇമേജ് എഴുതിയ മിറർ ഇമേജ് എഴുതിക്കേ.
3,708 വരും. അതെ മിറർ നമ്മുടെ ആംബുലൻസിനെ കാണുമല്ലേ. 818. എന്നിട്ട് നിങ്ങൾ ഇനി കുട്ടികളോട് പറയാ, ഇത് തിരിച്ച് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? മിററല്ലേ 3,708. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ നമ്പർ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ 2-ന് എന്ത് ചെയ്യുന്നു? ഈശോ 10 കൽപ്പനകള് എത്ര കൽപ്പനയായിട്ട് തീർത്തു? 2 ആയിട്ട്. 2 കൊണ്ട് ഹരിക്കുക. ഹരിച്ചേ. ഇത് നിങ്ങൾക്ക് ഇത് കണ്ട, ഇത് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെ അറിയാമോ? ഇത് നിങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 3,818 ഇതിലേക്ക് പോകാം. ഇതിങ്ങനെ കുറച്ചുകൊണ്ട് പോവാം. ശരിക്കും കുട്ടികളോട് പറയുന്നത് എന്ത് ചെയ്യുന്നു? എത്ര സ്ലീഹന്മാര്? എത്ര പേരാ? 12 പേര്. പ്ലസ് എന്ത് ചെയ്യുന്നു? ആദ്യ നൂറ്റാണ്ടിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു 140 പേര് പ്ലസ് കൂട്ടുക. ഇങ്ങനെ ഓരോ ബൈബിളിലെ ഓരോ ഭാഗങ്ങളും കൂട്ടി 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 എന്ത് നമ്പർ എത്തിക്കണം? ഈ നമ്പർ എത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾക്ക് മിറക്കിൾ കാണാം. മിററായിട്ട് തിരിച്ച് വായിക്കാൻ പറയണം. അപ്പൊ അവരെന്ത് പറയും? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏഷ്യാപ്രവാചന പുസ്തകം എത്ര പുസ്തകമുണ്ട്? അത് ആഡ് ചെയ്യുക. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇങ്ങനെ കൊണ്ട് വലിയൊരു കണക്ക്. പിള്ളേർ അവർക്ക് എന്ത് ചെയ്യുക? കണക്ക് പോയി എത്തി നിൽക്കുന്ന എവിടെയാ? ബൈബിളിൽ നിൽക്കും. എത്ര പുസ്തകം? അതൊക്കെ പുസ്തകം. ആ ഏറ്റവും വലിയ സങ്കീർത്തത്തിൽ എത്ര വാക്കുണ്ട്? അപ്പൊ അവര് തപ്പിയെടുക്കും 100. ഓക്കെ, ആഡ് പ്ലസ് ഇങ്ങനെ വന്ന് എവിടെ വന്ന് നിൽക്കണം? 3718 വന്ന് നിൽക്കണം. അപ്പൊ നമ്മള് അല്ലാതെ നമുക്ക് ചുമ്മാ പറഞ്ഞാൽ പിള്ളേർക്ക് എടുക്കാൻ മടിയാ. ഇത് പറഞ്ഞാലോ മകളെ നമുക്ക് ഇത് ബൈബിൾ എന്ന് പറയുന്നില്ല. നിങ്ങളിങ്ങനെ വന്നിട്ട് ഇത്ര പുസ്തകം, ഇത്ര അധ്യായം, ഏറ്റവും വലിയ അധ്യായം, ഏറ്റവും ചെറിയ അധ്യായം, എത്ര പുസ്തകം പുതിയ നിയമത്തിൽ എല്ലാം ഇങ്ങനെ ആടിയത് ചിലപ്പോൾ 2000 ഒക്കെ വരുള്ളൂ. അതിന് 2 കൊണ്ട് ഗുണിക്കുക. നമുക്ക് 3000 നമുക്കത് എത്തിക്കണം. അത് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം? നേരത്തെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് കുട്ടികൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ 3000 എന്ത് ചെയ്യുന്നു? വന്നു 800 വന്നു, അല്ലെങ്കിൽ 10 വന്നു, 8 വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മഫലങ്ങൾ ഇല്ലേ? ഇപ്പൊ 8 പറ്റുന്ന 12 ഫലങ്ങള്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? യേശു എന്ത് ചെയ്യുന്നു? സഖ്യ ഇത് 1 കൊറിന്തോസിൽ അവിടെ സ്നേഹം എന്ന വാക്ക് എത്ര പ്രാവശ്യം പറയുന്നു? അത് ആഡ് ചെയ്യുക. അങ്ങനെ കൊണ്ട് എവിടെ എത്തിക്കണം? അത് നിങ്ങളുടെ സ്കില്ല് പോലെ. അപ്പൊ അപ്പൊ ഒരു വർക്ക് മുഴുവൻ എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങളുടെ പ്രെയർ മീറ്റിംഗിൽ 15 കുറിച്ച് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരു പ്രെയർ മീറ്റിംഗ് ലൈവായിട്ട് പോയില്ലേ? അപ്പൊ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബൈബിൾ വേർഡ്സ് വരുന്ന നമ്പറുകൾ വരുന്നുണ്ട്. വേറെ ഏതാ ഉള്ളത്? നോക്കിയേ, ഏതെങ്കിലും ഒരു വാക്ക് ഇതേപോലെ BIBL 3700. തിരിച്ചു വരുമ്പോൾ എന്ത് വരും? നമ്പർ കിട്ടണല്ലോ. നോക്കിക്കേ, ഏത് നമ്പർ കിട്ടുമെന്ന്, ഏതെങ്കിലും വാക്ക് വരുമോ നോക്കിയേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ബുദ്ധി ഇപ്പൊ കുറെ വാക്ക് എഴുതി നോക്കി, ഏതെങ്കിലും കിട്ടുമോ നോക്കിയേ. ജയൊന്നും കിട്ടത്തില്ല. ബൈബിൾ വാക്ക് പോലെ ഏതെങ്കിലും നല്ലൊരു വാക്ക് കണ്ടുപിടിച്ചാൽ മതി.
മിററായിട്ട് അങ്ങനെ വരുമ്പോ ഒരു ഇത് വരണം. എന്തോ ലൈവ് 317 അല്ല 317 വരും. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞു 317 ലൈവ് കള്ളം പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനം എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ നമ്പറിൽ അവിടെ കൂട്ടി എന്ത് ചെയ്യണം? ഈ വാക്കിൽ എത്തിക്കണം. എന്നിട്ട് പറയണം, മക്കളെ ഈ വചനം എല്ലാം എത്തി നിൽക്കുന്നത് ഒരു വലിയ തിന്മയിലാണ്. എവിടെയാണ് ഇത്? 317 കിട്ടി മെറിനായിട്ട് വായിക്കും. അപ്പൊ അവരത് വായിക്കും. ഇതേപോലെ സ്കിൽസ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ സമയം തന്നാൽ സമയം തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് 12 മാസത്തേക്ക് എന്ത് ചെയ്യാം? അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് 12 എണ്ണം ഉണ്ടാക്കുമ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു ബുക്ക്ലെറ്റ് ആവുകയാണ്. അവിടെ ഞാൻ പറഞ്ഞത് പണ്ട് വരുന്നതാണ്. അപ്പൊ ഒരു ബുക്ക്ലെറ്റ് ആയി. ഇത് നിങ്ങൾ നെറ്റിലിടുവോ അല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിഷ് ചെയ്താൽ എന്താ ഗുണം? ഇവിടെയുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്കും അവര് ഇപ്പോഴും ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിലെല്ലാം പഴയ ട്രഡീഷൻ ഉള്ളത് തന്നെയാണ്. ആക്ടിവിറ്റീസ് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ, ഡിസ്കഷൻ. ഇങ്ങനെ വരുമ്പോൾ കുറെ എന്ത് ചെയ്യുന്നു? അവർക്കൂടെ എന്ത് ചെയ്യുന്നു? കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ ഈ 3 മെത്തേഡില് ആൾക്ക് എന്ത് ചെയ്യണം? കുട്ടികൾക്ക് മെസ്സേജ് കൺവേ ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രേ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ സെക്ഷൻ ലൈവായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. നമ്മൾ ബുക്കൊക്കെ അടിച്ചത് ഒരു കസാര മുഴുവൻ റൗണ്ട് ആയിട്ടിടാനാവും. കസാര മുഴുവൻ ഒരു റൗണ്ട് ആയിട്ട്